ധൃതിക്ക് പറഞ്ഞപ്പോ റെക്കോർഡിംഗ് ഓപ്പൺ ആക്കാൻ മറന്നുപോയി. ഓക്കെ, സോ റെക്കോർഡിംഗ് ആണ്. അപ്പൊ നമ്മളുടെ എന്താ പറയാ, ആപ്ലിക്കൻസ് ഉള്ളത്. അതായത് നമുക്ക് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഒരു ഓർഗനൈസേഷനിൽ, ഏത് ബിസിനസ് ഓർഗനൈസേഷൻ എടുത്താലും, അതുപോലെ തന്നെ ഹോസ്പിറ്റൽസ് ആയിക്കോട്ടെ, നമ്മളിപ്പോ ഒരു വേക്കൻസി ഉണ്ടെന്ന് നോട്ടിഫൈ ചെയ്യുമ്പോൾ ഏതെങ്കിലും മാർഗത്തിൽ ഏതെങ്കിലും രീതിയിൽ നോട്ടിഫൈ ചെയ്യുമ്പോൾ പല രീതിയിലും ആളുകളെ നോട്ടിഫൈ ചെയ്യാം. അവിടെയുള്ള സ്റ്റാഫുകളെ തന്നെ അറിയിക്കാൻ ഇന്ന സ്ഥലത്ത് വേക്കൻസി ഉണ്ട്, അറിയുന്നവരും എല്ലാവരും ഉണ്ടോ, അപ്പൊ അവരെ എന്തെങ്കിലും അപ്ലൈ ചെയ്യാനായിട്ട് പറയൂ, അല്ലെ? അങ്ങനെയാകാം. അല്ലെങ്കിൽ മീഡിയാസിൽ എന്താ പറയാ അഡ്വർടൈസ് ചെയ്യാം, ഏതെങ്കിലും, അല്ലെങ്കിൽ മെയിൽസ് ആയിട്ടൊക്കെ പല ആളുകളിലേക്കും പല ഏജൻസികളിൽ നിന്ന് നമുക്കിപ്പോ റിക്രൂട്ട്മെന്റുകളൊക്കെ നടത്താൻ പറ്റും. പല ഏജൻസികളിൽ നിന്ന് ഈ പറയുന്ന ജോബ് വേക്കൻസീസ് ഒക്കെ ആളുകളെ ആപ്ലിക്കൻസിനെ അറിയിക്കാനായിട്ട് അവരുടെ ഒരു ഏജൻസി ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ ആ ഏജൻസി ത്രൂ നമ്മൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ വേറെ റിക്രൂട്ട്മെന്റുകൾ അല്ലെങ്കിൽ വേക്കൻസീസ് വരുമ്പോൾ they will inform us, നമ്മളെ അവരെ ഇൻഫോം ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള ഏജൻസീസിനെ കോൺടാക്ട് ചെയ്തിട്ടൊക്കെ റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ട്. എങ്ങനെയൊക്കെ ആയാലും ടു ഡിസ്കവർ ടാലന്റഡ് ആപ്ലിക്കൻസ്, വളരെ ടാലന്റഡ് ആയിട്ടുള്ള ആളുകളെ കണ്ടെത്തുക എന്നുള്ളതാണ് റിക്രൂട്ട്മെന്റിന്റെ മെയിൻ എയിം എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ റിക്രൂട്ട്മെന്റ് അതാണ്. അപ്പൊ നമ്മുടെ ഓർഗനൈസേഷന്റെ വേക്കൻസീസ്, എക്സ്പെക്ടഡ് ആയിട്ടുള്ള വേക്കൻസീസും അതുപോലെ തന്നെ ഇപ്പോ നിലവിലുള്ള ആക്ച്വൽ ആയിട്ടുള്ള വേക്കൻസീസും ഫിൽ ചെയ്യാനായിട്ട് ടാലന്റഡ് ആയിട്ടുള്ള ആപ്ലിക്കൻസിനെ ഡിസ്കവർ ചെയ്യും. ദാറ്റ് ഈസ് കോൾഡ് റിക്രൂട്ട്മെന്റ് എന്ന് നമ്മൾ പറഞ്ഞു. ആൻഡ് ഓൾസോ ഒരു ഡെഫിനിഷൻ കൂടി റിക്രൂട്ട്മെന്റ് കൊടുത്തിട്ടുണ്ട്. ഇറ്റ്സ് എ പ്രോസസ് ഓഫ് അട്രാക്ടിങ് പൊട്ടൻഷ്യൽ എംപ്ലോയീസ്, അതായത് നല്ല കഴിവുള്ള എംപ്ലോയീസിനെ അട്രാക്ട് ചെയ്യുക. And also encourage them to apply for that particular post in the job in the organization. ആ ഒരു ജോലിക്ക്, ആ ഒരു പോസ്റ്റിലേക്ക് എന്താ പറയാ അവരെ കൊണ്ട് അപ്ലൈ ചെയ്യിപ്പിക്കാന് എന്ത് ചെയ്യുക, അവരെ ഫോഴ്സ് ചെയ്യുക, എൻകറേജ് ചെയ്യുക. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം. ഏതെങ്കിലും ഒരു ഓർഗനൈസേഷനിൽ നമുക്ക് ജോലി വേണം എന്ന് ആഗ്രഹിക്കുന്ന ചില സ്ഥലങ്ങളുണ്ടായിരിക്കും. അവിടുത്തെ എന്തെങ്കിലും പർട്ടിക്കുലർ കാര്യങ്ങൾ നമ്മളെ അട്രാക്ട് ചെയ്യുന്നതായിരിക്കും. ചിലപ്പോൾ അവിടുത്തെ ജോലിക്കാർക്ക് കൊടുക്കുന്ന സാലറി ആകാം, അല്ലെങ്കിൽ ആ ജോലിയുടെ അല്ലെങ്കിൽ ആ ഓർഗനൈസേഷന്റെ സ്റ്റേറ്റസ്, അവിടുത്തെ ഗുഡ് വിൽ, ആ ഒരു ഓർഗനൈസേഷന്റെ ഗുഡ് വിൽ ആയിരിക്കാം, അല്ലെ, സെൽഫ്. അതുകൊണ്ടായിരിക്കാം നമ്മളെ അങ്ങോട്ടേക്ക് അട്രാക്ട് ചെയ്യുന്നത്. പല പല കാര്യങ്ങൾ. ഇപ്പൊ നമ്മൾ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ ഇന്ന ഹോസ്പിറ്റലിൽ ജോലി കിട്ടിയാൽ എന്നുള്ളതായിരുന്നു നമ്മൾ കുറച്ച് പ്രിഫറൻസ് ഉണ്ടായിരിക്കും, അല്ലെ? പ്രിഫർ ചെയ്യുന്ന ചില ഹോസ്പിറ്റൽസ് ഉണ്ടായിരിക്കും. ഒരുപാട് ഹോസ്പിറ്റൽസ് ഉണ്ടെങ്കിലും എനിക്ക് ഇന്ന് ഹോസ്പിറ്റലിൽ ജോലി കിട്ടിയാൽ നന്നായിരുന്നു എന്ന്, അല്ലെ? അപ്പൊ എന്തുകൊണ്ടാണ് മറ്റുള്ളവയിൽ നിന്നും ആളുകൾ ഇങ്ങോട്ടേക്ക് അട്രാക്ട് ചെയ്യപ്പെടുന്നത്? സംതിങ് ബി, അല്ലെ? അവിടെ എന്തെങ്കിലും അങ്ങനെ പർട്ടിക്കുലർ ആയിട്ട് എന്തെങ്കിലും ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ അട്രാക്ട് ചെയ്യുക, അതും എന്താണ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്ന പ്രോസസ്സിംഗ് ആണ്. അപ്പോ റിക്രൂട്ട്മെന്റ് ഇറ്റ് ഈസ് ദ ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻ. ഒരു പേഴ്സണൽ മാനേജ്മെന്റിൽ, പേഴ്സണൽ ആയിട്ടുള്ള തൊഴിലാളികളെ മാനേജ് ചെയ്യുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു, അങ്ങനെ വരുമ്പോ എന്താ പറയാ, നമ്മൾ ഹയർ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ റിക്രൂട്ട് ചെയ്യുന്ന പീപ്പിൾ, നമ്മൾ നല്ല രീതിയിൽ റൈറ്റ് ടൈപ്പ് ഓഫ് പീപ്പിൾ ആണ് നോട്ട് ഹയർഡ് എന്ന് വെച്ചാൽ നല്ല ആളുകളെ അല്ലെങ്കിൽ ശരിയായ ആളുകളെ, നമുക്ക് വേണ്ട വേക്കൻസിയുടെ എന്താ പറയാ ആ ഒരു സ്വഭാവം, നേച്ചർ, ഏത് വേക്കൻസി ആണുള്ളത് ആ വേക്കൻസിക്ക് ഫിറ്റ് ആയിട്ടുള്ള ആളെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, റിക്രൂട്ട് ചെയ്യണം, അല്ലെ? അല്ലാതെ തോന്നിയവരെ, ഒരു എന്താ പറയാ നഴ്സിന്റെ ഒരു ജോലിയാണ്, നഴ്സിംഗ് പഠിക്കാത്തയും അല്ലെങ്കിൽ നഴ്സിംഗിൽ യാതൊരു രീതിയിലും ഒരു ടാലന്റും ഇല്ലാത്ത ഒരാൾക്ക് ആ ജോലിയിൽ കൊണ്ടത് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ റൈറ്റ് ടൈപ്പ് ഓഫ് ആളുകളെ നമ്മൾ ഹയർ ചെയ്തില്ല എങ്കിൽ, റിക്രൂട്ട് ചെയ്തില്ല എങ്കിൽ, മറ്റേത് കൺട്രോൾ സിസ്റ്റം, മറ്റെന്ത് തരത്തിലുള്ള മാനേജ്മെന്റും ഗുഡ് ആയാലും ഓർഗനൈസേഷൻ മേ നോട്ട് വർക്ക് ഗുഡ്. ഓർഗനൈസേഷന് അതിന്റെ എന്താ പറയാ എയിംസ് അല്ലെങ്കിൽ ഗോൾസ് അറ്റൈൻ ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് ഒരു കാര്യം. ഓക്കെ, അപ്പൊ ഒരു ആളുകളെ കൊണ്ട്, കൂടുതൽ ആളുകളെ കൊണ്ട് ടു മേക്ക് ദം അപ്ലൈ ഫോർ ദാറ്റ് പർട്ടിക്കുലർ ജോബ്, വേക്കൻസി ഉണ്ടാകുമ്പോൾ അവിടേക്ക് ആളുകളെ കൊണ്ട് അപ്ലൈ ചെയ്യിപ്പിക്കാനുള്ള ഒരു സംഭവം കൂടി, എന്തോ ഒരു സാധനം കൂടി എന്ത് വേണം, നമ്മുടെ ഓർഗനൈസേഷൻ വേണം. അപ്പൊ അതനുസരിച്ച് ഓർഗനൈസേഷൻ വളരണം. ഓർഗനൈസേഷന്റെ പല കാര്യങ്ങളിലും ഇംപ്രൂവ്മെന്റ് ഉണ്ടാവണം. എന്നാലും ആളുകൾ ആ ഒരു സ്ഥലത്ത് ജോലിക്ക് വേണ്ടി വരുള്ളൂ. അല്ലെങ്കിൽ പറയുന്നത് അവിടെ ജോലി വരെ വേണ്ട, ഞാൻ അങ്ങോട്ട് പോകില്ല. ബിക്കോസ് അവിടെ എന്തെങ്കിലും മറ്റേതെങ്കിലും തരത്തില് എന്താ പറയാ ആളുകളെ, നമുക്കൊരു ജോലി എന്നുള്ളത് പറയുമ്പോൾ കാശിന് വേണ്ടി മാത്രമല്ല ചില ആളുകൾ ജോലിക്ക് പോകുക. നമ്മളുടെ ഒരു കരിയർ, നമ്മളുടെ ഒരു ജോബ് കരിയർ ഡെവലപ്പ് ചെയ്യുന്നതോടൊപ്പം ഓൾസോ വിഷ് ടു ഇൻക്രീസ് ഓർ ഡെവലപ്പ് അവർ പേഴ്സണൽ കരിയർ, നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള കരിയർ കൂടി
ഡെവലപ്പ് ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ന സ്ഥലത്ത് ജോലി ചെയ്യുന്ന ആൾ എന്ന് പറയുമ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ അല്ലെ, കേൾക്കുമ്പോൾ ഒരു റെപ്യൂട്ടേഷൻ, ഒരു സ്ഥാനമൊക്കെ മറ്റുള്ളവരുടെ ഇടയിൽ വേണം. അതുകൂടി ആഗ്രഹിച്ചിട്ടാണ് നമ്മൾ ജോലിക്ക് പോകുന്നത് അല്ലെ. അപ്പൊ എല്ലാ ജോലികൾക്കും അതിൻ്റെതായ മഹത്വവും മാന്യതയൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോഴും മഹത്വവും മാന്യതയും ഉണ്ടെങ്കിലും ഏത് സ്ഥലത്ത് ജോലി ചെയ്യുന്നു എന്നുള്ളതിൽ ചില കാര്യങ്ങളുണ്ട്. ഓക്കെ, സോ അപ്പൊ അങ്ങനെ വേണമെങ്കിൽ എന്തെങ്കിലും പ്രോപ്പറായിട്ട് മാനേജ് ചെയ്ത് റിക്രൂട്ട്മെന്റ് റൈറ്റ് ടൈപ്പായിട്ട് നടത്തിയാൽ മാത്രമേ അതനുസരിച്ച് ആളുകൾ നല്ല രീതിയിൽ എന്ത് ചെയ്യുള്ളൂ, അപ്ലൈ ചെയ്യുള്ളൂ നമ്മുടെ ഓർഗനൈസേഷനിലേക്ക്. അതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ കൃത്യമായ രീതിയിൽ ആളുകളെ സെലക്ട് ചെയ്യണം. ആ നമ്പർ ഓഫ് ആപ്ലിക്കൻസിന്റെ ആ റേഷ്യോ കൂട്ടാനായിട്ട് പറ്റണം. റേഷ്യോ എന്ന് വെച്ചാൽ ഇപ്പൊ ഒരു എന്താ പറയാ 10 വേക്കൻസി ഉണ്ട്, 10 വേക്കൻസി ഉണ്ട്. ഈ 10 വേക്കൻസി ഉണ്ട് എന്ന് നമ്മൾ അറിയിക്കുമ്പോൾ, അഡ്വർടൈസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും മാർഗം ആളുകളെ പുറത്തേക്ക് പബ്ലിക്കിനെ അറിയിക്കുമ്പോൾ ആ ഒരു 10 വേക്കൻസി ഫിൽ ചെയ്യാനായിട്ട് ഹൗ മെനി അല്ലെങ്കിൽ വാട്ട് നമ്പർ ഓഫ് ആപ്ലിക്കൻസ് അപ്ലൈഡ്, എത്ര ആളുകൾ അപ്ലൈ ചെയ്തു, ആപ്ലിക്കൻസ് അപ്ലൈ ചെയ്തു, എത്ര എണ്ണം ആളുകൾ അപ്ലൈ ചെയ്തു എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. 10 വേക്കൻസി ഉണ്ടായിരുന്നു, അതിന്റെ 2 ആപ്ലിക്കേഷനാണ് വന്നതെന്ന് പറഞ്ഞു. എന്താ അർത്ഥം അതിന്റെ? 10 വേക്കൻസി ഉണ്ടായിട്ട് 2 ആപ്ലിക്കേഷൻസേ വന്നിട്ടുള്ളൂ എന്ന് നിങ്ങൾ ഇമാജിൻ ചെയ്യാം. ഒരു ഹോസ്പിറ്റല് ഒരു 10 എന്തെങ്കിലും ഡിപ്പാർട്ട്മെന്റുകളിലൊക്കെ ആയിട്ട് 10 വേക്കൻസി ഉണ്ട്. അപ്പൊ 10 വേക്കൻസി, 2 ആളുകൾ നഴ്സ് വേണം, ഒരു കാർഡിയാക് ടെക്നോളജിസ്റ്റ് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇത്ര പേരൊക്കെ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് അഡ്വർടൈസ് ചെയ്തിട്ടാണ്. മൊത്തം 10 അവധികളാണ് അല്ലെങ്കിൽ വേക്കൻസി ആണുള്ളത്. അവിടേക്ക് ആദ്യം 2 ആപ്ലിക്കേഷൻസ് ആണ് ആ ഒരു എന്താ പറയാ ഹോസ്പിറ്റലിലേക്ക് വന്നത്. എന്ന് വെച്ചാൽ 2 പേരെ അപ്ലൈ ചെയ്തിട്ടുള്ളൂ എന്ന് വിചാരിക്കുക. സോ വാട്ട് വിൽ യു തിങ്ക് അബൌട്ട് ഇറ്റ്? നമ്മൾ അതിനെ കുറിച്ച് എന്താ മനസ്സിലാക്കേണ്ടത്? ആ ഓർഗനൈസേഷനിൽ ചിലപ്പോൾ നമുക്കറിയാം ഒരു ജോലി എന്ന് പറയുന്നത് എല്ലാവരും അത്യാവശ്യമായിട്ട് വേണം എന്ന് വിചാരിച്ച് നടക്കുന്നത്. പക്ഷെ ഇങ്ങനെ ഒരു വേക്കൻസി കണ്ടിട്ടും ഇഫ് ദ നമ്പർ ഓഫ് പേഴ്സൺസ് ഓർ പീപ്പിൾ ആർ ലെസ് those who are applied, അപ്ലൈ ചെയ്യുന്ന ആളുകളുടെ എണ്ണം കുറവ് ആണ് എന്ന് കാണുമ്പോൾ that means they are not willing to work in that organization. ആ ഒരു സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ആ ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യാൻ അവർക്ക് ഇഷ്ടമില്ല. അതിനും പേര് വീട്ടിലിരിക്കുന്നതാണെന്ന് കൺസിഡർ ചെയ്തിട്ടായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ മൈൻഡ് വന്നിട്ടായിരിക്കാം. അപ്പൊ അവിടെ ആളുകളുടെ എണ്ണം, അപ്ലൈ ചെയ്ത ആളുകളുടെ എണ്ണം 2 ആണ്. എന്ന് വെച്ചാൽ 10:2 അല്ലെങ്കിൽ 5:1 നമുക്ക് കൂടി ചെറുതാക്കിയാൽ അല്ലെ, മാത്സിൽ നമ്മൾ അതിനെ സിംപ്ലിഫൈ ചെയ്ത് ലോവസ്റ്റ് ടേമിലേക്ക് ആക്കുമല്ലോ. അപ്പൊ അങ്ങനെ ആ റേഷ്യോയില്, പക്ഷെ അങ്ങനെ ആയിരിക്കില്ല. അപ്പൊ റേഷ്യോ ഇച്ചിരി കൂട്ടണം. 10 ആപ്ലിക്കേഷൻ വരുമ്പോ ഒരു 10 വേക്കൻസി ഉണ്ടെങ്കിൽ ഒരു 100 പേരെങ്കിലും അതിലേക്ക് അപ്ലൈ ചെയ്യണം. ദാറ്റ് മീൻസ് ദർ ഈസ് എ റഷ്നസ് അല്ലെ, ഒരു തള്ളലാണ് അവിടേക്ക് ജോലി കിട്ടാനായിട്ട്. കാരണം എന്താ, കൂടുതൽ ആളുകൾ ആ ഒരു ഫേമില്, ആ ഒരു ഓർഗനൈസേഷനിൽ അല്ലെങ്കിൽ ആ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ കൂടുതൽ എണ്ണം എന്ത് വന്നത്, അപ്ലിക്കേഷൻ വന്നത്. ഓക്കെ, അപ്പൊ അതാണ് അവിടുത്തെ രീതി. അതാണ് ആ റേഷ്യോ പറഞ്ഞേക്കണേ. ക്ലിയർ ആണല്ലോ? ആ റേഷ്യോയുടെ കാര്യം നമ്മളൊന്ന് ഇന്നലെ ഓടിച്ചിട്ട് പറഞ്ഞപ്പോ എനിക്കത് അത്ര സാറ്റിസ്ഫൈഡ് ആയിട്ട് തോന്നിയില്ല. സോ ഞാൻ അത് റിപ്പീറ്റ് ചെയ്തു. അപ്പൊ സെലക്ഷൻ ചിലപ്പോഴൊക്കെ നമ്മൾ റിക്രൂട്ട് ചെയ്ത് നമ്മൾ ആളുകളെ എടുക്കുമ്പോൾ ചിലപ്പോഴൊക്കെ എന്ത് ചെയ്യാന്നുള്ളത്, നമുക്ക് ആവശ്യമുള്ളവരെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഇപ്പൊ നമ്പർ മേ ബി സംടൈംസ് ലെസ്, നമ്മൾ സെലക്ട് ചെയ്യുന്ന ആളുകളുടെ എണ്ണം കുറവായിരിക്കാം, റിജക്ഷന്റെ എണ്ണം ചിലപ്പോൾ കൂടുതലായിരിക്കാം. കാരണം എന്താ, നമുക്ക് വേണ്ടത് റൈറ്റ് ടൈപ്പ് ഓഫ് പീപ്പിളിനെയാണ്. റൈറ്റ് ടൈപ്പ്, വളരെ നല്ല ശരിയായ രീതിയിൽ നമുക്ക് ആ വേക്കൻസി ഫില്ല് ചെയ്യാൻ വേണ്ട അത്തരം ആളുകളാണ് നമുക്ക് വേണ്ടത്. അപ്പൊ അതിൽ നമ്മൾ ചൂസ് ചെയ്യുന്ന ബാക്കിയുള്ളവരെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, റിജക്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, അതാണ് പറഞ്ഞത്. അപ്പൊ ഗുഡ് നമ്പർ ഓഫ് those who apply may be left, not higher. എന്ന് വെച്ചാൽ ഹയർ ചെയ്യാതെ, റിക്രൂട്ട് ചെയ്യാതെ ബാക്കിയുള്ളവരെ നമുക്ക് റിജക്ട് ചെയ്യേണ്ടി വരും ഗുഡ് നമ്പറിന്. അപ്പൊ നമുക്ക് 10 പേര് മതിയല്ലോ, ബാക്കി 90 എണ്ണത്തിനെ നമ്മൾ എന്ത് ചെയ്തു, റിജക്ട് ചെയ്തു. ബിക്കോസ് വി ഹാവ് ടു ഫിൽ ഓൺലി നൗ വി ഹാവ് ടു ഫിൽ ഓൺലി 10 വേക്കൻസി. 10 വേക്കൻസി നമുക്ക് ഫിൽ ചെയ്യേണ്ടി ഉള്ളൂ. കണ്ടോ? അപ്പൊ കൂടുതൽ പേര് നമ്മൾ റിജക്ട് ചെയ്തു. അതൊരു എന്താ പറയാ, അത് നല്ല രീതിയിൽ നമ്മൾ ഹയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. കാരണം ഒരുപാട് ചോയ്സ് ഉണ്ട്, ഇത്രയും ആപ്ലിക്കേഷൻസ് ഒന്നുണ്ട്. അതിൽ നമുക്ക് റൈറ്റ് ടൈപ്പ് ഓഫ് ആളുകൾ എടുക്കാൻ വെച്ചിട്ട് ഈസിയാണ്. മറ്റേതാണെങ്കിൽ ആകെ 2 ആപ്ലിക്കേഷൻ വന്നുള്ളൂ. ആദ്യം പറഞ്ഞ എക്സാമ്പിളില് 2 ആപ്ലിക്കേഷനെ വന്നുള്ളൂ. നമുക്ക് അവിടുന്ന് എവിടെ ഒരു ചോയ്സിന് സാഹചര്യം പോലും ഇല്ല. ചൂസം ചെയ്യണ്ട, വേഗം തന്നെ പിടിച്ചു കയറ്റണം. കാരണം എന്താ, നമുക്ക് ഇവിടെ വേക്കൻസി ഫില്ല് ചെയ്യണം. 2 ആപ്ലിക്കേഷൻസ് ഒന്ന് 2 പേർക്കും ജോലി കൊടുക്കാം, അത്രേ ഉള്ളൂ. അപ്പൊ അത് ശരിയാവില്ല. കാരണം ആ വരുന്നവർക്ക് 2 പേർക്കും ഇഫ് ദേ ആർ നോട്ട് കേപ്പബിൾ ടു ഡു ദാറ്റ് പർട്ടിക്കുലർ ജോബ്, കൊടുക്കുന്ന ജോലി കൃത്യമായിട്ട് ചെയ്യാൻ കഴിവുള്ള ആളല്ലെങ്കിലോ അപ്പോൾ അവിടെ വേറെ നമുക്കൊന്നും ചെയ്യാനില്ലല്ലോ. മനസ്സിലാകുന്നുണ്ടോ പറയുന്നത്? അപ്പൊ ഇതൊക്കെയാണ് റിക്രൂട്ട്മെന്റിൽ വരുന്ന കാര്യങ്ങൾ. ക്ലിയർ ആയോ ആ ഒരു പാരഗ്രാഫ്? മനസ്സിലായല്ലോ? നെക്സ്റ്റ് പോർഷനിലേക്ക് പോകുന്നതാണ്. അതിന്റെ ഒരു ലാസ്റ്റ് ഭാഗം കുറച്ചുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്യാനുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ആ റേഷ്യോന്റെ അവിടെ വെച്ച് നമ്മൾ കട്ട് ചെയ്തിട്ടാ പോയത്. കംപ്ലീറ്റ് ആയിട്ട് റിക്രൂട്ട്മെന്റ് തീർക്കണ്ടായില്ല എന്നാണ് എന്റെ ഓർമ്മ.
നിങ്ങൾ റിക്രൂട്ട്മെന്റ് തീർന്നു എന്ന് പറഞ്ഞു. ഓക്കെ, യെസ്, നെക്സ്റ്റ് ഹെഡിങ് ആണ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റിക്രൂട്ട്മെന്റ്. ഇനി ഈ റിക്രൂട്ട്മെന്റിനെ സംബന്ധിക്കുന്ന ചില ഘടകങ്ങൾ എന്തൊക്കെയാണ്? റിക്രൂട്ട്മെന്റ് നമ്മൾ റിക്രൂട്ട്മെന്റ് നടത്തുന്ന സമയത്ത് അത് ബേസ് ചെയ്യുന്ന കുറച്ച് ഘടകങ്ങളുണ്ട്. ഒന്ന്, സൈസ് ഓഫ് ദ ഓർഗനൈസേഷൻ. വലിയ വലിയ ഓർഗനൈസേഷൻ, വലിയ വലിയ ഹോസ്പിറ്റലാണെങ്കിൽ കൂടുതൽ വേക്കൻസീസ് ഇടയ്ക്കിടയ്ക്കൊക്കെ വരും. കൂടുതൽ ആളുകളെ നമുക്ക് റിക്രൂട്ട് ചെയ്യേണ്ടി വരും. ശരിയല്ലേ? ശരിയാണോ അല്ലേ? വേഗം പറ. സൗണ്ട് ഞാൻ വേണമെങ്കിൽ മ്യൂട്ട് ചെയ്യാം. ആണ്. ഓക്കെ, സൗണ്ടൊന്നും കുഴപ്പമില്ലല്ലോ. ക്ലിയർ ആകുന്നുണ്ടല്ലോ എല്ലാവർക്കും അല്ലേ? ഓക്കെ, അപ്പൊ ഓർഗനൈസേഷന്റെ വലിപ്പം അനുസരിച്ച് എന്താണ് നമ്മൾ റിക്രൂട്ട് ചെയ്യുന്ന എണ്ണവും കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും. ഇപ്പൊ ചെറിയ ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ, ചെറിയ ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ ആണെങ്കിൽ അവിടെ അധികം എംപ്ലോയീസിന്റെ ആവശ്യമില്ല, ഉള്ളവരെ കൊണ്ടൊക്കെ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ചില സമയത്ത് റിക്രൂട്ട്മെന്റ് നമ്മളുടെ എന്താ പറയുക ഓർഗനൈസേഷൻ ചിലപ്പോൾ വലിപ്പം കൂടും. എന്ന് വെച്ചാൽ കൂടുതൽ പുതിയ ടെക്നോളജീസ് കൊണ്ടുവരുമ്പോൾ, കൂടുതൽ ഇംപ്രൂവ്മെന്റുകൾ കൊണ്ടുവരുമ്പോൾ, ചിലപ്പോൾ ഉള്ള ഡിപ്പാർട്ട്മെന്റുകൾ ഒന്നുകൂടി എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അപ്പൊ ഓർഗനൈസേഷന്റെ വലിപ്പം വർദ്ധിച്ചു അല്ലേ? സോ ദ നമ്പർ ഓഫ് റിക്രൂട്ട്മെന്റ് വുഡ് ഓൾസോ ഇൻക്രീസ്. അതനുസരിച്ച് നമ്മുടെ റിക്രൂട്ട്മെന്റിന്റെ എണ്ണവും ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ സൈസ് ഓഫ് ദ ഓർഗനൈസേഷൻ ഒന്നാമത്തെ ഫാക്ടറാണ്. റിക്രൂട്ട്മെന്റിനെ സംബന്ധിക്കുന്ന ഒന്നാമത്തെ ഘടകം സൈസ് ഓഫ് ദ ഓർഗനൈസേഷന്റെ വലിപ്പം. ഇനി അടുത്ത സെക്കൻഡ് വൺ, കണ്ടീഷൻസ് ഓഫ് ദ എംപ്ലോയ്മെന്റ് ഇൻ ദ കമ്മ്യൂണിറ്റി. അതായത് ആ ഓർഗനൈസേഷനിലെ എന്താ പറയാ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങള്, അത് ഏത് സ്ഥലത്ത് ലൊക്കേറ്റ് ചെയ്യുന്നു എന്നുള്ളതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതായത് നമുക്ക് ഒരു ജോലി കിട്ടി കഴിയുമ്പോൾ ആ ജോലിക്ക് നമ്മൾ എന്താ പറയാ എന്തൊക്കെയാണ് അവിടുത്തെ കണ്ടീഷൻസ്, എംപ്ലോയ്മെന്റിന്റെ പല കണ്ടീഷൻസും ഒക്കെ ഉണ്ടായിരിക്കും, ചില വ്യവസ്ഥകളൊക്കെ ഉണ്ടായിരിക്കും. വി ഷുഡ് ഹാവ് ടു ഫോളോ ഇറ്റ്. അവിടെയുള്ള കണ്ടീഷൻസ് നമ്മൾ ഫോളോ ചെയ്യണ്ടേ? ഒരു ഓർഗനൈസേഷനിൽ നമുക്ക് ജോലി കിട്ടി കഴിഞ്ഞാൽ അല്ലാതെ നമ്മളുടെ വ്യവസ്ഥകൾ പ്രകാരമാണോ നമ്മൾ പ്രവർത്തിക്കേണ്ടത്? അല്ല, ആ ജോലിയുമായി ബന്ധപ്പെട്ടുള്ള കണ്ടീഷൻസ് വി ഹാവ് ടു മീറ്റ്. നമ്മൾ അത്തരം വ്യവസ്ഥകൾ പാലിക്കാൻ നമ്മൾ തയ്യാറാകണം. ആൻഡ് ഓൾസോ ദ ലൊക്കേഷൻ. ഇനി ആ ഏത് പർട്ടിക്കുലർ ലൊക്കേഷനിലാണ് ആ ഓർഗനൈസേഷൻ സ്ഥിതി ചെയ്യുന്നത്, അതനുസരിച്ച് ബന്ധപ്പെട്ടിട്ടുള്ള ചില വ്യവസ്ഥകളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. സോ വി ഷുഡ് ഓൾസോ ഫോളോ സച്ച് തിങ്സ് വൈൽ റിക്രൂട്ട്മെന്റിന്റെ സമയത്ത് ഇത്തരം കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ലൊക്കാലിറ്റിയും അതുപോലെ തന്നെ എംപ്ലോയ്മെന്റിന്റെ കണ്ടീഷൻസ്, ഇതൊക്കെ നോക്കി വേണം റിക്രൂട്ട് ചെയ്യാൻ. Got it? Clear ആയോ? രണ്ടാമത്തെ പോയിന്റ്, കണ്ടീഷൻസ് of the employment where the organization is located. ആ ലൊക്കാലിറ്റിയിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട്, അതുമായി ബന്ധപ്പെട്ട തൊഴിലിന്റെ ചില വ്യവസ്ഥകളുണ്ട്. ആ വ്യവസ്ഥകൾക്ക് അനുസൃതമായിട്ട് അല്ലെങ്കിൽ അതിന് ബേസ് ചെയ്തിട്ടായിരിക്കണം റിക്രൂട്ട്മെന്റ്. സോ ദ സെക്കൻഡ് പോയിന്റ് ഈസ് ദാറ്റ്. അടുത്തത് മൂന്നാമത്തെ, റിസൾട്ട് ഓഫ് ഫാസ്റ്റ് റിക്രൂട്ടിംഗ് എഫേർട്ട്. ഇനി നമ്മൾ റിക്രൂട്ട്മെന്റ് ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ പുതിയ ആളുകളെ റിക്രൂട്ട് ചെയ്യാനായിട്ടുള്ള സ്റ്റെപ്സ് എടുക്കുന്നതിന് മുമ്പ് വി ഷുഡ് ഓൾസോ റിവ്യൂ ദ പാസ്റ്റ് ഹിസ്റ്ററി. പണ്ട് അല്ലെങ്കിൽ കുറച്ച് മുമ്പ്, പണ്ട് എന്ന് പറഞ്ഞാൽ ഒരുപാട് പണ്ടല്ല, മുൻകാലങ്ങളിൽ റിക്രൂട്ട്മെന്റിന് എന്തൊക്കെ കാര്യങ്ങൾ അവർ ചെയ്തിരുന്നു, റിക്രൂട്ട്മെന്റ് സമയത്ത് അവരെടുത്തിരിക്കുന്ന എഫേർട്ടുകൾ എന്തൊക്കെയാ, അതൊക്കെ ഒന്ന് നോക്കുക, റിവ്യൂ ചെയ്യുക, റെഫർ ചെയ്യുക. ഓക്കെ, അത് എന്തിനു വേണ്ടിയിട്ടാ? ടു കീപ്പ് ടു ലൊക്കേറ്റ് ദ പെർഫോമൻസ്. അതായത് നല്ല ആൾക്കാര്, ജോലിക്ക് എടുത്തിരിക്കുന്ന ആൾക്കാരുടെ പെർഫോമൻസ് ഒക്കെ അത് നോക്കാൻ വേണ്ടിയിട്ടാണ്. അവരെങ്ങനെ വർക്ക് ചെയ്യുന്നു, അവരുടെ കപ്പാസിറ്റി, ഓർഗനൈസേഷന്റെ കപ്പാസിറ്റി ടു ലൊക്കേറ്റ്. അതായത് ഓർഗനൈസേഷൻ ആ ആൾക്കാരെ പുതിയ ആളുകളെ ജോലിക്ക് എടുത്തപ്പോൾ അവരെങ്ങനെയാണ് അവരുടെ കപ്പാസിറ്റിയും കേപ്പബിലിറ്റിയും മനസ്സിലാക്കിയത്, ഗുഡ് പെർഫോമിംഗ് ആയിട്ടുള്ള ആളുകളെ എങ്ങനെയാണ് അവർ കണ്ടെത്തിയത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരിക്കും. പഴയ ഹിസ്റ്ററി നോക്കിയാൽ മതി. പഴയെന്ന് പറയുമ്പോൾ ഒരുപാട് പണ്ടൊന്നുമല്ല, ചിലപ്പോൾ കഴിഞ്ഞ മാസത്തിലായിരിക്കാം അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തിലായിരിക്കാം. കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ എങ്ങനെ റിക്രൂട്ട്മെന്റ് നടത്തി, അപ്പൊ ആ റിക്രൂട്ട്മെന്റിന്റെ സമയത്ത് അവരെങ്ങനെയാ ഗുഡ് പെർഫോമിംഗ് ആളുകളെ കണ്ടെത്തിയ രീതി മനസ്സിലായോ? അതൊക്കെ ഒന്ന് നോക്കുക. എന്നിട്ട് വേണം റിക്രൂട്ട്മെന്റ് നടത്താൻ. ചാടി പറഞ്ഞ് റിക്രൂട്ട്മെന്റ് നടത്തി നമ്മൾക്ക് വെറുതെ എന്താ പറയാ ഗുണത്തേക്കാൾ അല്ലെങ്കിൽ ദോഷമുണ്ടാക്കി വെക്കാതിരിക്കുക. ദാറ്റ്സ് ഓൾ. അതാണ് മൂന്നാമത്തെ കാര്യം പറയുന്നത്, റിസൾട്ട് ഓഫ് ഫാസ്റ്റ് റിക്രൂട്ടിംഗ് എഫേർട്സ്. അത്രയും മതി, അത്രയും കാര്യങ്ങൾ സംഭവം ഉണ്ട്. ഞാൻ ആ ലൈൻ എന്താ പറയാ സെന്റൻസുകൾ വലുതുള്ളതിന്റെ ഷോർട്ട് രൂപത്തിൽ പറയും. അത് നിങ്ങളൊന്ന് അണ്ടർലൈൻ ചെയ്യണം. ബിക്കോസ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റിക്രൂട്ട്മെന്റ് ആ പോയിന്റുകൾ വരാറുണ്ട്, ചോദിക്കും കേട്ടോ. ഇന്നത് ഏതൊക്കെയാണ് നമ്മുടെ റിക്രൂട്ട്മെന്റിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ്, ചൂടെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാറുണ്ട്. അപ്പൊ സൈസ് ഓഫ് ദ ഓർഗനൈസേഷൻ പറഞ്ഞു, കണ്ടീഷൻസ് ഓഫ് ദ എംപ്ലോയ്മെന്റ് വേർ ദ ഓർഗനൈസേഷൻ ഈസ് ലൊക്കേറ്റഡ് പറഞ്ഞു, മൂന്നാമത്തേത് റിസൾട്ട് ഓഫ് ഫാസ്റ്റ് റിക്രൂട്ടിംഗ് എഫേർട്സ്. അത്രയും മതി. ആ ഒരു സെന്റൻസിന് അത്രയും മാത്രം മതി.
അത്രയും അതിനകത്ത് സംഭവം മുഴുവനും ഉണ്ട്. ഇനി പിന്നെന്താ വർക്കിംഗ് അറ്റ്മോസ്ഫിയർ, സാലറി, ബെനിഫിറ്റ് പാക്കേജസ്. അതായത് ഒരു റിക്രൂട്ട്മെന്റ് നടക്കുമ്പോൾ മറ്റൊരു കാര്യം ഇതാണ് അവർക്ക് ഓഫർ ചെയ്യുന്ന സാലറി എത്രയാണ്. ഇന്ന ഇതില് ഇപ്പൊ എന്താ പറയാ ഒരു ഡിപ്പാർട്ട്മെന്റില് ഇപ്പൊ ഒഫ്താൽമോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിൽ ഒരു നഴ്സിന്റെ ഒഴിവുണ്ട്. ആൻഡ് വി ആർ ഗോയിങ് ടു ഓഫർ സച്ച് സാലറി, ഇത്ര രൂപയാണ് ഞങ്ങൾ സാലറി ഓഫർ ചെയ്യുന്നത്. ചില ആളുകൾ അപ്ലൈ ചെയ്യുന്നത് സാലറിനെ ബേസ് ചെയ്തിട്ട് കൂടിയായിരിക്കും. അപ്പോൾ അവരും എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സാലറി കൂടി ഉണ്ട് അല്ലെ. ഞാൻ എന്റെ ഒരു സർവീസ് ഞാൻ അവർക്ക് കൊടുക്കാൻ പോകണം ഓർഗനൈസേഷന്. അപ്പൊ എന്റെ കഴിവും എന്റെ ക്വാളിഫിക്കേഷനും എന്റെ മറ്റ് എക്സ്ട്രാ കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സാലറി ഉണ്ട്. അപ്പൊ ആ ഒരു സാലറിക്ക് എന്താ പറയാ ചിലപ്പോൾ കൂടി നോക്കിയിട്ടായിരിക്കും ആ ഒരു ജോലിക്ക് ഞാൻ അപ്ലൈ ചെയ്യണോ വേണ്ടെന്ന് തീരുമാനിക്കുക. ഓക്കെ, അപ്പൊ അത് അല്ലെ എക്സ്പീരിയൻസ് എന്നതിനേക്കാൾ ഉപരി ഇപ്പൊ അധികം എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളുകളും ഫ്രഷേഴ്സും അങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ട്. കാരണം അവര് ഒത്തിരി പൈസയും കൊടുത്ത് ചില പ്രൊഫഷണൽ കോഴ്സുകളൊക്കെ ഇന്ന് ആളുകളൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് ഇത്രയും കഷ്ടപ്പെട്ട് ഞങ്ങൾ പഠിച്ചു, ഞങ്ങൾ ക്വാളിഫൈഡ് ആണ് എന്നുള്ള ബോധ്യം നമുക്ക് കഴിവുകൾ ശരിക്കും പുറത്തെടുക്കാൻ പറ്റും എന്ന് നമുക്ക് കറക്റ്റ് ആയിട്ട് നമുക്ക് അതിനൊരു പ്രതീക്ഷയുള്ളവരാണെങ്കിൽ വി ക്യാൻ ഓൾസോ ഡിമാൻഡ് അവർ സാലറി. തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ സാലറി ഡിമാൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് തരുന്ന സാലറി പിന്നെ മറ്റ് ബെനിഫിറ്റുകൾ ഇങ്ങനെയൊക്കെ ഇതും അതുപോലെ തന്നെ. പിന്നെന്താ വർക്കിംഗ് അറ്റ്മോസ്ഫിയർ, ജോലി സാഹചര്യങ്ങൾ കൂടി നോക്കും. പോയി വരാനുള്ള സാഹചര്യം, അത് എവിടെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നു എന്ന സാഹചര്യം. ചില ആളുകൾക്ക് ചില പട്ടുകൾ ലൊക്കാലിറ്റി ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല, പോയി വരാനുള്ള ബുദ്ധിമുട്ടുകൾ. പിന്നെ അവിടെ ഓർഗനൈസേഷനിൽ അവർ കൂടെ ജോലി ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ അവിടുത്തെ അറ്റ്മോസ്ഫിയർ എന്ന് പറയുമ്പോൾ ചെറുതാണുമ്പോൾ നമുക്ക് എനിക്ക് പറ്റിയ സ്ഥലമല്ല, അല്ലെങ്കിൽ എനിക്ക് ഇവിടെ ജോലി ചെയ്യാനായിട്ട് പറ്റില്ല, ചില ഫീലിങ്സ് അങ്ങനെ വരും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതൊക്കെ എന്തൊക്കെയാണ് നമ്മുടെ ഓർഗനൈസേഷൻ ഓഫർ ചെയ്യുന്നത്. അതിന്റെ ബേസിസിലും എന്ത് ചെയ്യുന്നുണ്ട്, റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ട്. അപ്പൊ റിക്രൂട്ട്മെന്റ് ബേസ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ പറഞ്ഞത് ഗ്രോത്ത് റേറ്റ് ഓഫ് ദ ഓർഗനൈസേഷൻ. ഗ്രോത്ത് വിത്ത് അല്ല, വിത്ത് വേണ്ട കേട്ടോ, വിത്ത് ഒന്ന് സ്ട്രൈക്ക് ചെയ്തിരിക്കുക. നിങ്ങളുടെ ടെക്സ്റ്റിൽ അങ്ങനെ വിത്ത് ഇല്ലായെങ്കിലും കുഴപ്പമില്ല. ചില ടെക്സ്റ്റിൽ ചിലപ്പോൾ ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ടായിരിക്കും, ചിലരുടെയും ചിലപ്പോൾ അവിടെ കിടക്കുന്നുണ്ടായിരിക്കും. അത് ഓൾഡ് എഡിഷൻ ആയതുകൊണ്ടാണ് ആ വിത്ത് ഒന്ന് സ്ട്രൈക്ക് ചെയ്തേക്കാം. ഗ്രോത്ത് റേറ്റ് ഓഫ് ദ ഓർഗനൈസേഷൻ. പിന്നെ റിക്രൂട്ട്മെന്റ് നടക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം ഒരു ഗ്രോത്ത് റേറ്റ്. എത്രത്തോളം വികസന സാധ്യതകൾ, ഒരു റേറ്റ് എത്ര. ഇപ്പൊ കഴിഞ്ഞ വർഷത്തിനേക്കാളും ഒരു 10% കൂടി നമ്മൾ ഇംപ്രൂവ്മെന്റ് നമ്മുടെ ഓർഗനൈസേഷനിൽ കൊണ്ടുവന്നത്. 10% കൂടി വർദ്ധിപ്പിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. പല മേഖലകളിലും പല ഡിപ്പാർട്ട്മെന്റ് ഒക്കെ കൂടുതൽ ഇംപ്രൂവ്മെന്റുകൾ കൊണ്ടുവന്നു. ചിലപ്പോൾ അവരുടെ ബിൽഡിംഗ് വൈസുള്ള ഇംപ്രൂവ്മെന്റ് ആയിരിക്കാം. ടെക്നോളജി, പുതിയ ടെക്നോളജി കൊണ്ടുവന്നു. പണ്ടത്തെ മെഷീൻസ് ഒക്കെ മാറ്റി പുതിയ ടെക്നോളജി ആയിട്ടുള്ള മെഷീൻസ് ഇപ്പൊ നമ്മുടെ വീടുകളിൽ തന്നെ. പണ്ടൊക്കെ നമ്മള് കുറച്ചും കൂടി മുമ്പൊക്കെ നമ്മൾ തന്നെ മോപ്പൊക്കെ എടുത്ത് നമ്മളൊക്കെ തറ ഇങ്ങനെ കുത്തിയിരുന്നു കുന്നം വിളിച്ചു എന്ത് ചെയ്തു തൂത്തിരുന്നു, തുടച്ചിരുന്നു അല്ലെ. ഇന്ന് എന്ത് ചെയ്തു ഒരു മെഷീൻ ഉണ്ട് അതിന് അല്ലെ. അത് അങ്ങനെ ഓൺ ചെയ്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിന് തടസ്സമൊക്കെ ഒന്ന് മാറ്റി കൊടുത്താൽ മാത്രം മതി. അവിടെ ഇവിടെയൊക്കെ പോയിട്ട് സ്വന്തമായിട്ട് ക്ലീൻ ചെയ്ത് വരും അല്ലെ. ടെക്നോളജി അഡ്വാൻസ്ഡ് ആയി. അപ്പൊ അത്തരം അഡ്വാൻസ്മെന്റ് നമ്മൾ പല ഓർഗനൈസേഷനിലും പല മെഷീൻസിലും ആളുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ ഇതൊക്കെ ഇങ്ങനെയുള്ള മാറ്റങ്ങൾ. അപ്പൊ അത് എത്രത്തോളം ഒരു റേറ്റ് ഓഫ് ഇൻക്രീസ് ഓർഗനൈസേഷനിൽ വന്നിട്ടുണ്ട്. ഇറ്റ് ഓൾസോ ഈസ് എ ഫാക്ടർ അഫക്റ്റിംഗ് റിക്രൂട്ട്മെന്റിനെ എഫക്ട് ചെയ്യുന്ന മറ്റൊരു ഫാക്ടറാണ്. പിന്നെ മറ്റ് പല കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ കൾച്ചറൽ, ഇക്കണോമിക്കൽ, ലീഗൽ ഫാക്ടേഴ്സ്. നമ്മൾ ഒരു ഓർഗനൈസേഷൻ എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്, അതിന് അവിടുത്തെ സംസ്കാരം, അതുപോലെ തന്നെ അവിടുത്തെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ, ഇക്കണോമിക് കണ്ടീഷൻസ്, അതുപോലെ നിയമപരമായ കാര്യങ്ങൾ, ഇതും നമ്മുടെ റിക്രൂട്ട്മെന്റിനെ ബാധിക്കുന്ന കാര്യമാണ് അല്ലെ. അപ്പൊ റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നതിനെ എഫക്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞത്. ഏതൊക്കെയാണ് ഒന്നുകൂടി പറയാം. സൈസ് ഓഫ് ദ ഓർഗനൈസേഷൻ അപ്ലൈ ചെയ്യുക, കണ്ടീഷൻസ് ഓഫ് ദ എംപ്ലോയ്മെന്റ്, അത്രയും മതി. എംപ്ലോയ്മെന്റിന്റെ കണ്ടീഷൻസ് അത്രയും മതി. രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തേത് റിസൾട്ട് ഓഫ് പാസ്റ്റ് റിക്രൂട്ടിംഗ് എഫേർട്സ്. അത് പിന്നെ വർക്കിംഗ് അറ്റ്മോസ്ഫിയർ, സാലറി, ബെനിഫിറ്റ് പാക്കേജസ്, അത്ര മതി. ഏതാണ് വർക്കിംഗ് അറ്റ്മോസ്ഫിയർ, സാലറി, ബെനിഫിറ്റ് പാക്കേജസ്. Then growth rate of the organization. And the last one, cultural, sorry, cultural, economical, legal factors. പിന്നെ അവിടെ seasonality of operations and future expansion and production programs. എന്ന് പറഞ്ഞാൽ എന്താ? സീസണാലിറ്റി ഓഫ് ഓപ്പറേഷൻസ്. അതായത് പിന്നെ ഒരു റിക്രൂട്ട്മെന്റ് നടക്കുന്ന മറ്റൊരു കാര്യമാണ്, സീസണൽ ആയിട്ടുള്ള സമയത്ത് ചിലപ്പോൾ റിക്രൂട്ട്മെന്റിന്റെ എണ്ണം കൂടും. ഉദാഹരണം പറയാട്ടോ, ഇപ്പൊ നമ്മുടെ ഓണം, അതുപോലെ തന്നെ വിഷു, ക്രിസ്തുമസ്, ഇങ്ങനെയുള്ള സമയത്ത്
ഞാൻ മറ്റ് ബിസിനസ് സ്ഥാപനങ്ങളാണ്. ഇപ്പൊ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് നടത്തുന്നു, അല്ലെങ്കിൽ ഒരു എന്താ പറയാ ചെരുപ്പ് ഫുഡ് വെയർ ഷോപ്പ് ഒക്കെ, ഇവിടെയൊക്കെ എന്താ സീസണൽ സെയിൽസ് നടത്തും. അവിടേക്കൊക്കെ ഈ ആ സമയത്തൊക്കെ ചിലപ്പോൾ സ്കൂൾ ഈ കോളേജസിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് കുറച്ച് ദിവസമൊക്കെ വെക്കേഷൻ ഒക്കെ ഉണ്ടായിരിക്കുമല്ലോ, 10 ദിവസം 5 ദിവസമൊക്കെ. അപ്പൊ അവിടെ ഒരു നൈറ്റ് അല്ലെങ്കിൽ ഇത്ര സമയം, ഒരു വൈകുന്നേരം 6 മണി മുതൽ ഒരു 10 മണി വരെയൊക്കെ നിൽക്കാനായിട്ട് കൂടുതൽ ആളുകളെ അവിടെ അപ്പോയിന്റ് ചെയ്യും. പിള്ളേരൊക്കെ തന്നെ, ഈ കുട്ടികളെയൊക്കെ തന്നെ. കാരണം എന്ന് വെച്ചാൽ അവിടെ അന്നേരം വർക്ക് കൂടുതലാണ്. കാരണം സീസൺ സമയത്ത് കസ്റ്റമേഴ്സ് ഒരുപാട് ഉണ്ടായിരുന്നു. നിങ്ങളുടെ അവിടേക്ക് അവിടെ എങ്ങനെ ഉണ്ടാവും? ഞങ്ങളുടെ പറവൂരൊക്കെ അങ്ങനെ ഭയങ്കര ആൾക്കാ ഒത്തിരി ഉണ്ട്. ഒരു ഭയങ്കര ഒരു ഇതാണ്. കുട്ടികളൊക്കെ പഠിക്കുന്ന കുട്ടികളൊക്കെ ഇപ്പൊ നമുക്കറിയാം, അങ്ങനത്തെ പിള്ളേർ ചെറിയ ചെറുക്കന്മാരുടെ കുട്ടികളൊക്കെ പോകുന്നു. അവര് അപ്പൊ നമുക്ക് എന്റെ അടുത്ത് കുറെ പിള്ളേരൊക്കെ ട്യൂഷനൊക്കെ വരുന്ന കുട്ടികളുണ്ട്. അപ്പൊ അവരുടെ ടൈമൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് അവരിങ്ങനെ ചോദിക്കും ആ ഒരു സമയത്ത് മാത്രം. കാരണം ആ സമയത്ത് അവിടെ ഒത്തിരി എംപ്ലോയീസിന്റെ ആവശ്യമുണ്ട് പല സ്ഥലത്തും. അപ്പൊ അങ്ങനെയുള്ള റിക്രൂട്ട്മെന്റുകളൊക്കെ നടക്കും. അപ്പൊ സീസണൽ ഓപ്പറേഷൻസ് നമ്മുടെ ഹോസ്പിറ്റൽസ് എപ്പോഴാണ് ഇപ്പൊ ഒരുപാട് ചില ഇതുപോലെയുള്ള എപ്പിഡമിക്സ് ഒക്കെ, ചില പകർച്ചവ്യാധി രോഗങ്ങളൊക്കെ പടർന്നു പിടിക്കുമ്പോഴൊക്കെ ഹോസ്പിറ്റൽസിലും ചില നഴ്സസിനും മറ്റു കാര്യങ്ങളുടെയൊക്കെ എണ്ണം കൂടുതൽ വേണ്ടി വരും, പല ഡിപ്പാർട്ട്മെന്റിലും ഒക്കെ അവിടെയും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങള്. പിന്നെ എന്താ പറയുക, നമ്മളുടെ ഫ്യൂച്ചർ എക്സ്പാൻഷൻ, നമ്മളെ ഓർഗനൈസേഷൻ തന്നെ കുറച്ചുകൂടി എക്സ്പാൻഡ് ചെയ്യാണ്. നിലവിലുള്ള ഓർഗനൈസേഷനെ കുറച്ചുകൂടി നീട്ടുന്നു, അല്ലെങ്കിൽ കുറെ ഡിപ്പാർട്ട്മെന്റുകളിലൂടെ കൂടുതൽ ഇൻക്ലൂഡഡ് ആക്കുന്നു. അങ്ങനെയുള്ള സമയത്ത് പിന്നെ പുതിയ പ്രൊഡക്ഷൻ പ്രോഗ്രാമുകളൊക്കെ കൊണ്ടുവരുമ്പോൾ അപ്പോൾ ഓൾസോ റിക്വയർ മോർ എംപ്ലോയീസ്. അപ്പൊ കൂടുതൽ എംപ്ലോയീസിനെ വേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് അതും ഒരു റിക്രൂട്ട്മെന്റിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് കേട്ടോ. ലെവൽ ഓഫ് സീസണാലിറ്റി ഓപ്പറേഷൻസ്, ഫ്യൂച്ചർ എക്സ്പാൻഷൻ ആൻഡ് പ്രൊഡക്ഷൻ പ്രോഗ്രാംസ്. ഓക്കെ, 7 പോയിന്റ്സും ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മാത്രം. ഓക്കെ, ക്ലിയർ ആയോ? പോയിന്റുകൾ ക്ലിയർ ആയോ? ആർക്കെങ്കിലും മനസ്സിലാകുന്നുണ്ടോ? ഇല്ലെങ്കിൽ നമ്മൾ അടുത്തേക്ക് പോകാണ്. സ്റ്റെപ്സ് ഓൺ റിക്രൂട്ട്മെന്റ് പ്രോസസ്. ഇതിനകത്ത് ഇനി റിക്രൂട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില സ്റ്റെപ്പുകളാണ് നമ്മൾ പറയാൻ പോകുന്നത്. സ്റ്റെപ്സ് ആണ് കേട്ടോ. ഒന്നാമത്തെ, അപ്പൊ നമ്മളുടെ ഈ പേഴ്സണൽ റിക്രൂട്ട്മെന്റ്, അതായത് ജോലിക്കാരെ റിക്രൂട്ട് ചെയ്യുന്ന ആ പ്രോസസ്സിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ചില എലമെന്റുകളാണ്. ഒന്നാമത്തേത് റിക്രൂട്ട്മെന്റ് പോളിസി, റിക്രൂട്ട്മെന്റിന്റെ നയം. റിക്രൂട്ട്മെന്റ് നയം എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡിക്ലറേഷൻ ഓൺ ഹൗ യു ഹയർ. അങ്ങനെയാണ് നമ്മൾ പുതിയത് ഒരാളെ ജോലിക്ക് ഹയർ ചെയ്യുന്നത്. ഹയർ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ എടുക്കുക, വാടകയ്ക്ക് എടുക്കുകയാണ്. എന്താ വാടകയ്ക്ക് എടുക്കുന്നത്? അവരുടെ സേവനം അല്ലെ നമ്മൾ ഉപയോഗപ്പെടുത്തുകയാണ്. അല്ലാതെ സ്വന്തമായിട്ട് വാങ്ങിക്കുകയല്ല. ശരിക്കും പറഞ്ഞാൽ വാക്ക് അതാണ്, ഹയർ. പർച്ചേസ് ആൻ എംപ്ലോയി അല്ല, അല്ലെ? നമ്മളൊരു എംപ്ലോയിനെ വാങ്ങിക്കുകയല്ല ചെയ്യുന്നത്, അവരെ ഹയർ ചെയ്യുകയാണ്. ഇത്ര നാളത്തേക്ക്, 1 വർഷത്തേക്കാകാം, 2 വർഷത്തേക്കാകാം, അല്ലെങ്കിൽ വിഷ് ടു റിസൈൻ, അവര് റിസൈൻ ചെയ്ത് പോകുന്നത് വരെ ആകാം. അങ്ങനെ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ കാര്യങ്ങൾ കൊണ്ട് കുറെ കണ്ടീഷൻസ് ഉണ്ട്. നമ്മൾ ജോലിക്ക് കയറുമ്പോൾ അവിടെ കുറെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഹാവ് ടു ബി ഫോളോഡ്, അല്ലെ? ഫോളോ ചെയ്യേണ്ടി വരും. അപ്പൊ അതൊക്കെ ഓക്കെ ആണ് എന്നുള്ളവരെ മാത്രമാണ് എന്ത് ഓർഗനൈസേഷൻ ഹയർ ചെയ്യുന്നത്. അപ്പൊ എങ്ങനെയാണ് എന്താ പറയാ ഒരു എംപ്ലോയിനെ നമ്മൾ ഹയർ ചെയ്യേണ്ടത് എന്നതിന്റെ ഒരു പ്രഖ്യാപന രൂപം, അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? റിക്രൂട്ട്മെന്റ് പോളിസി എന്ന് വിളിക്കുക. ഡിക്ലറേഷൻ ഓൺ ഹൗ യു ഹയർ. അങ്ങനെ നമ്മൾ പുതിയ എംപ്ലോയിനെ ഹയർ ചെയ്യണം എന്ന് പറയുമ്പോൾ നമ്മളുടെ എന്താ പറയാ ഒരു കമ്പനി അതിന്റെ ഹയറിംഗ് ആയിട്ടുള്ള അതിന്റെ എഗ്രിമെന്റ് ഒക്കെ സൈൻ ചെയ്യേണ്ടി വരും. പിന്നെ ഇന്ന സാലറി ഓഫർ ചെയ്തിട്ടാണ് നമ്മൾ അവരെ എന്താ പറയാ എടുക്കുന്നത്, ഇത്ര സാലറി ഓഫർ ചെയ്യുന്നുണ്ട്, ഇത്ര വർഷം എക്സ്പീരിയൻസ് വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയുള്ള കുറെ ടേംസ് ആൻഡ് കണ്ടീഷൻസ്. അങ്ങനെ എല്ലാ കമ്പനികളും എല്ലാ ഓർഗനൈസേഷൻസും ഇറ്റ് ഓൾസോ ഡിഫൈൻസ്, അവർ വ്യാഖ്യാനിക്കും അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യും കമ്പനിയുടെ റിക്വയർമെന്റ് അനുസരിച്ച്, കമ്പനിയുടെ കൺസിസ്റ്റൻസി വിത്ത് ദ എംപ്ലോയി, നമ്മുടെ എംപ്ലോയിയുമായിട്ടുള്ള ആ ഒരു ബന്ധം, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. അത് വിൽ ബി അക്കോർഡിംഗ് ടു ദ റിക്രൂട്ട്മെന്റ് പ്രോസസ്. അതൊക്കെ നമ്മുടെ റിക്രൂട്ട്മെന്റ് പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പ്രധാനമായിട്ടും നമ്മൾ ഒരു എംപ്ലോയിനെ ഹയർ ചെയ്യുമ്പോൾ ചില ജനറൽ പ്രിൻസിപ്പിൾസ് ഷുഡ് ഹാവ് ടു ബി ഫോളോഡ്. ഫോളോ ചെയ്യേണ്ട ചില പ്രിൻസിപ്പിൾസ്, ചില പ്രധാന തത്വങ്ങളുണ്ട്. ആ നിങ്ങൾ പഠിക്കേണ്ട ഒന്നാമത്തെ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തോട്ടെ. ആ റിക്രൂട്ട്മെന്റ് പോളിസിയിൽ ഒന്നാമത്തെ സെന്റൻസ് മാത്രം ഒന്ന് അണ്ടർലൈൻ ചെയ്താൽ മതി. റിക്രൂട്ട്മെന്റ് പോളിസി ഇസ് എ ഡിക്ലറേഷൻ ഓൺ ഹൗ യു ഹയർ. അത്രയും മതി, മനസ്സിലായി? അത് കഴിഞ്ഞ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ആ പ്രിൻസിപ്പിൾസ് ആണ്. 4 പ്രിൻസിപ്പിൾസ് ഉണ്ട് റിക്രൂട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട്.
റിക്രൂട്ട്മെന്റിന്റെ പോളിസിയിൽ വന്നിരിക്കുന്ന 4 ജനറൽ പ്രിൻസിപ്പിൾസ്. അത് ഇറ്റ്സ് ദ കമ്മിറ്റ്മെന്റ് ബൈ ദ എംപ്ലോയർ. ഈ പറയുന്ന തത്വങ്ങളിൽ കമ്മിറ്റഡ് ആണ് എംപ്ലോയറുടെ, ഈ പറയുന്ന തത്വങ്ങളിൽ കമ്മിറ്റഡ് ആയിരിക്കണം നമ്മുടെ റിക്രൂട്ട്മെന്റ് പോളിസീസ് എന്ന് പറയുന്നത്. അപ്പൊ എന്തൊക്കെയാണത്? ടു സെലക്ട് ആൻഡ് എംപ്ലോയ് ദ ബെസ്റ്റ് ക്വാളിഫൈഡ് പേഴ്സൺസ് ഫോർ ദ ജോബ്. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് മാത്രമല്ല, നമ്മൾ ജോലി കൊടുക്കേണ്ടത് ക്വാളിഫൈഡ് പേഴ്സൺസ്. അതായത് ആ ഒരു ജോലിക്ക്, ഓരോ ജോലികൾക്കും ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളെ, പേഴ്സൺസിനെ വേണം നമ്മൾ സെലക്ട് ചെയ്യാനും എംപ്ലോയ് ചെയ്യാനും. അതാണ് ഒന്നാമത്തെ പ്രിൻസിപ്പിൾ. മനസ്സിലായോ? ഈ പറയുന്ന നല്ല രീതിയിലുള്ള സെലക്ഷൻ എടുത്തില്ല എങ്കിൽ അത് റിക്രൂട്ട്മെന്റ് പോളിസിക്ക് എതിരാണ്. മനസ്സിലായോ? ക്വാളിഫിക്കേഷൻ ഇല്ല. അപ്പൊ റിക്രൂട്ട്മെന്റ് നടത്തി ക്വാളിഫിക്കേഷൻ ഒന്നുമില്ല, എന്നാലും ആൾക്ക് നന്നായിട്ട് ചെയ്യാൻ അറിയാം, ശരി ഓക്കെ എന്ന് പറഞ്ഞിട്ട് അത് എടുത്തു കഴിഞ്ഞാൽ പിന്നീട് എന്തെങ്കിലും കാരണങ്ങൾ വന്നു കഴിഞ്ഞാൽ ആ പോളിസി പ്രകാരമല്ല ആളെ ചൂസ് ചെയ്തിരിക്കുന്നത്. അതല്ലേ? അല്ല, ഇപ്പൊ ടീച്ചേഴ്സിനൊക്കെ ജോലി കൊടുക്കുന്നുണ്ട് അല്ലെ? ടീച്ചർ എന്ന് പറയുന്ന കേപ്പബിലിറ്റി ഉള്ള എല്ലാവർക്കും എന്താ പറയാ, എയ്ഡഡ് സ്കൂളുകളിൽ ജോലി കിട്ടുമോ? എനിക്ക് ടീച്ച് ചെയ്യാൻ നന്നായിട്ട് അറിയാം. പക്ഷെ അവർ പറയുന്ന ക്വാളിഫിക്കേഷൻ വൈസ് നോക്കുമ്പോൾ ഒത്തിരി ഉണ്ട് അല്ലെ? ബിഎഡോ എംഎഡോ പിന്നെ സെറ്റോ നെറ്റോ അങ്ങനെയൊക്കെ ഒത്തിരി കടമ്പകളൊക്കെ കടന്നിട്ട് അതൊക്കെ ക്ലിയർ ചെയ്തിട്ട് വേണം നമ്മൾക്ക് എന്താ പറയാ നമ്മളെ അവര് ജോലിക്ക് എടുക്കുള്ളൂ. അങ്ങനെ ഒരു കാര്യമുണ്ട്. അല്ലാതെ എത്ര എന്താ പറയാ നമുക്ക് ആ ഒരു കാര്യം ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ടെന്ന് പറഞ്ഞാലും ജോലി കിട്ടണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, അപ്പൊ അത് അവരെ സംബന്ധിച്ചത് നിയമത്തിന് വിരുദ്ധമാണ്, പോളിസിക്ക് എഗെയിൻസ്റ്റ് ആണ്. സോ അങ്ങനെയുള്ള റിക്രൂട്ട്മെന്റിന്റെ പോളിസീസ് ഫോളോ ചെയ്യണമെങ്കിൽ ഈ പ്രിൻസിപ്പിൾസ് ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്നാമത്തെ, ടു സെലക്ട് ആൻഡ് എംപ്ലോയ് പേഴ്സൺസ്, ക്വാളിഫൈഡ് പേഴ്സൺസ് ഫോർ ദാറ്റ് ജോബ്. ആ ജോബിന് വേണ്ട ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളെ സെലക്ട് ചെയ്യുക, എംപ്ലോയ് ചെയ്യുക. രണ്ടാമത്തേത്, ടു എംപ്ലോയ് ദ ബെസ്റ്റ് ആൻഡ് മോസ്റ്റ് പ്രോമിസിംഗ് ഓഫ് ദോസ് ഹു ഹയർഡ്. ഈ പറയുന്ന ജോലി വളരെ ബെസ്റ്റ് ആയിട്ടും മാത്രമല്ല പ്രോമിസിംഗും, നമ്മൾ കൊടുക്കുന്ന ജോലികള് കൃത്യമായിട്ട് അത് ചെയ്യാം എന്നുള്ള ഒരു എന്താ പറയാ ഒരു പ്രോമിസ് ഉള്ള ആളുകൾ, അങ്ങനെയുള്ളവരെ വേണം നമുക്ക് എന്ത് ചെയ്യാനായിട്ട്, ആ ഹയർ ചെയ്തിരിക്കുന്നവർക്ക് കൊടുക്കുമ്പോ ജോലി കൊടുക്കുമ്പോൾ അവർക്ക് അത് ചെയ്യാൻ പറ്റുമെന്ന് പ്രോമിസ് ചെയ്തിരിക്കണം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ടെസ്റ്റ് ചെയ്യുന്നതല്ല. മനസ്സിലായോ? വാഗ്ദാനം, അതെ, പ്രോമിസിംഗ് വാഗ്ദാനം. അതായത് ആ കൊടുക്കുന്ന ആൾക്ക് അത് ചെയ്ത് തീർക്കാൻ പറ്റുമെന്ന് ഉറപ്പ് കൂടി വാങ്ങിക്കണം നമ്മൾ. മനസ്സിലായി? ആ ഉറപ്പ്, ആ ഒരു വാഗ്ദാനം. ഓക്കെ, ആ ഹയർ ചെയ്തിരിക്കുന്ന ആളുകൾക്ക് അത് പെർഫോം ചെയ്യാൻ പറ്റും, അവർക്കത് നന്നായി ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ ഉറപ്പുവരുത്തണം. അതാണ് പറഞ്ഞിരിക്കുന്നത്, ബെസ്റ്റ് ആൻഡ് മോസ്റ്റ് പ്രോമിസിംഗ് ഓഫ് ദോസ് ഹു ഹയർഡ്. ഒന്നാമത്തേത് നമ്മൾ ഹയർ ചെയ്യുന്ന ഒന്നാമത്തെ പ്രിൻസിപ്പിള്. രണ്ടാമത്തേത് ആ ഹയർ ചെയ്തിരിക്കുന്ന ആളുകൾ അവരവരുടെ ബെസ്റ്റ് പെർഫോമൻസ് നല്ല രീതിയിൽ അവരത് ചെയ്യും എന്നുള്ളത് ഉറപ്പുവരുത്തണം. നെക്സ്റ്റ് വൺ, to offer favorable opportunities for lifetime working careers and മാത്രമല്ല ഇവർക്ക് ഇങ്ങനെ ഹയർ ചെയ്യുന്ന ആളുകൾക്ക് നല്ല ഒരു വർക്കിംഗ് ഫേവറബിൾ ആയിട്ടുള്ള എന്ന് വെച്ചാൽ എന്താ, അനുകൂലമായ ചുറ്റുപാടുകൾ, സൗകര്യങ്ങൾ. നമ്മൾ ആ ജോലി സ്ഥാപനത്തില് അവരുടെ വർക്കിംഗ് കരിയറിൽ അവർക്ക് അവരുടേതായ ഒരു ക്ഷേമം, വെൽഫെയർ എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു സെക്യൂരിറ്റി. ഇപ്പൊ നമുക്കൊരു ജോലി കിട്ടുമ്പോൾ അവിടുന്ന് ഒരു സാലറി കിട്ടുക എന്നുള്ളത് മാത്രമല്ല, നമ്മൾ സെക്യൂർഡ് ആയി എന്നുകൂടി ഒരു ഫീലിങ്സ് കൂടി വരും എംപ്ലോയിക്ക് അല്ലെ. ഞാൻ അവിടെ സെറ്റ് ആണ്, കാരണം അവിടെ എനിക്ക് ആ ഒരു സ്ഥാപനത്തിൽ ജോലി ഉള്ളതുകൊണ്ട് കുറച്ചുകൂടി എന്താ പറയാ സേഫ് ആൻഡ് സെക്യൂരിറ്റി സമൂഹത്തിലും ഉണ്ടാകും. ഇന്ന സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളാണ് അല്ലെ, അവിടെ ജോലി. അപ്പൊ അവിടെയുള്ള ആളുകൾ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ വന്നാൽ നമുക്ക് അവരുമായിട്ട് ഷെയർ ചെയ്യാം. കണ്ടോ, അങ്ങനെ ഒരു സേഫ് ആൻഡ് സെക്യൂരിറ്റി ഫീലിംഗ് കൂടി എംപ്ലോയിക്ക് വരുത്തണം. അതാണ് പറഞ്ഞിരിക്കുന്നത്. ഫേവറബിൾ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ലൈഫ് ടൈം ആണ്, ലൈഫ് ടൈം വർക്കിംഗ് കരിയർ. എത്ര നാളത്തോളം ആളവിടെ ജോലി ചെയ്യുന്നത് അതുവരെ അവർക്ക് ആ ഒരു സുരക്ഷിതത്വം, ആ ഒരു ഫേവറബിൾ ആയിട്ടുള്ള അനുകൂലമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതാണ് മൂന്നാമത്തെ പോയിന്റ്. നാലാമത്തേത്, ടു പ്രൊവൈഡ് പ്രോഗ്രാംസ് ആൻഡ് ഫെസിലിറ്റീസ് ഫോർ പേഴ്സണൽ ഗ്രോത്ത്. ആ ഒരു ജോലിയിൽ ആ വ്യക്തിക്ക് പേഴ്സണൽ ആയിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള ഒരു വളർച്ച, അവിടെ സ്പെല്ലിങ് മാറിയിട്ട് PERSONA, വ്യക്തിപരമായ ഒരു വളർച്ച. ഒരു ജോലി കിട്ടുമ്പോൾ നമ്മൾ വ്യക്തിപരമായി വളരുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, നമ്മള് ആളുകളെ പുറത്തേക്ക് വേണ്ടി ആദ്യം പേരും പിന്നെ വീട് എവിടെയാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ മൂന്നാമത്തെ ചോദ്യം ഏതാ? നമ്മൾ എവിടെയെങ്കിലും സ്ട്രേഞ്ചേഴ്സ് ആയിട്ടുള്ള ആളുകളൊക്കെ ബൈ ചാൻസ് എവിടെയെങ്കിലും ഒക്കെ യാത്ര പോകുമ്പോൾ ചിലപ്പോൾ ലോങ് ട്രിപ്പ് ഒക്കെ ആണെങ്കിൽ അടുത്തിരിക്കുന്നവരൊക്കെ ആയിട്ട് നമ്മൾ ചിലപ്പോൾ വെറുതെ എന്തെങ്കിലുമൊക്കെ ഒന്ന് സംസാരിക്കും. ഇപ്പോഴത്തെ ആളുകൾക്ക് അങ്ങനെ സംസാരിക്കേണ്ട ആവശ്യമില്ല, ഒരു ഫോൺ ഉണ്ടെങ്കിൽ അത് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ആരോട് സംസാരിക്കേണ്ട ചുറ്റും നടക്കുന്നത് കാണണ്ട. പക്ഷെ അങ്ങനെയുള്ള യാത്രകളിൽ നമുക്ക് ചില ആളുകളെ നമ്മളിൽ നിന്ന് വ്യത്യസ്തരായ ചില ആളുകളെയും നമുക്ക് പരിചയപ്പെടാൻ പറ്റും അല്ലെ.
ചില ആളുകളൊക്കെ ഇപ്പോഴും വണ്ടിയിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഫോണിലേ നോക്കിയിരിക്കുക. എത്രയോ കാഴ്ചകളുണ്ട്, എത്ര വിവിധങ്ങളായിട്ടുള്ള ആളുകൾ നമ്മുടെ വണ്ടികളിലൊക്കെ കയറുന്നു അല്ലെ. അവരുടെ നേച്ചർ, ആക്ഷൻസ് ഇതൊക്കെ നമുക്ക് കാണാനുണ്ട്. ഇഷ്ടംപോലെ കാഴ്ചകളുണ്ട്. പുറത്ത് നമ്മൾ പോകുമ്പോ വണ്ടിയിലാണെങ്കിലും പോകുന്നതിന് പുറത്ത് ഒത്തിരി കാഴ്ചകളുണ്ട്. ഇതൊന്നും കാണാൻ ഇന്നത്തെ ആളുകൾക്ക് സമയമില്ല, ആൾക്ക് വേണ്ടതാണ്. ബിക്കോസ് അതിനേക്കാൾ എന്തോ കാര്യങ്ങൾ ഏതൊക്കെയോ മായാലോകത്ത് കൊണ്ടുപോകുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ഫോണിൽ അവൈലബിൾ ആണ്. നമ്മൾ അതിലേക്ക് നോക്കുക, അല്ലെങ്കിൽ പാട്ട് കേൾക്കുക, ആരെയും ഒന്ന് കേൾക്കണ്ടെന്ന് വിചാരിച്ചിട്ടല്ലേ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരിചയമൊക്കെ പെടുമ്പോ എന്താ പറയാ, അവരോട് നമ്മളിങ്ങനെ ചോദിക്കും, സംസാരിക്കുമ്പോ പേര് ചോദിക്കും, വീട് എവിടെയാ, ഓക്കെ അപ്പൊ എന്ത് ചെയ്യുന്നു, നമുക്ക് ചോദ്യം തന്നെയാണ് തീർച്ചയായിട്ടും. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, അല്ലാതെ ബാക്കി കാര്യങ്ങളല്ല ചോദിക്കാൻ. എന്ത് ചെയ്യാൻ, ജോലിയാണോ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഒരു ജോലി, അപ്പൊ ഒരു ജോലി ഉണ്ടെന്ന് പറയുന്നത് നമ്മുടെ പേഴ്സണൽ ഗ്രോത്ത് ആണ്, നമ്മുടെ ഒരു വ്യക്തിപരമായ ഒരു വളർച്ചയാണ് അല്ലെ. അപ്പൊ ആ ഒരു വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമുകളും ഫെസിലിറ്റീസും പ്രൊവൈഡ് ചെയ്യുക, അത് ഓർഗനൈസേഷനിൽ കൊടുക്കുക. വ്യക്തിപരമായി വളരാനായിട്ട് അവിടെ സാഹചര്യം ഒരുക്കി കൊടുക്കുക. സോ ദീസ് ആർ ദ 4 ജനറൽ പ്രിൻസിപ്പിൾസ്. റിക്രൂട്ട്മെന്റ് പോളിസിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള 4 പ്രധാനപ്പെട്ട തത്വങ്ങളാണ് പറഞ്ഞത്. ഈ 4 തത്വങ്ങൾ മനസ്സിലായോ? ഒന്ന് വായിച്ചു നോക്കാമോ? ഒന്ന് വായിച്ചു നോക്കിയേ. ആ ഒരു ഒന്നാമത്തെ സെന്റൻസ് 4 പോയിന്റ് മാത്രം പഠിച്ചാൽ മതി. അണ്ടർലൈൻ ചെയ്യണം. ഓക്കെ, വായിച്ചു കഴിഞ്ഞല്ലോ. മനസ്സിലായോ? മനസ്സിലായെങ്കിൽ വേഗം പറയണം, മനസ്സിലായില്ലെങ്കിലും വേഗം പറയണം. രണ്ടും വേഗം തന്നെ പറയണേ, ടൈം അങ്ങനെ വേസ്റ്റ് ചെയ്യാനില്ല. ഇടയ്ക്ക് എനിക്ക് ചുമ വരുന്നത് കൊണ്ട് സമയം അവിടെ പോകുന്നുണ്ട്, അതുകൊണ്ടാ ഒരു സെക്കൻഡ് ഒക്കെ ചുമയ്ക്കാൻ വേണ്ടി പോകുന്നുണ്ട്. കുറച്ച് ദിവസമായിട്ട് ചുമയാണ്. ഇത് മാറാൻ നോക്കി നിന്ന് കഴിഞ്ഞാൽ കാര്യങ്ങളൊന്നും നടക്കില്ല. സോ നമ്മള് പുഷ് ടു കം ബാക്ക്. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം നോക്കി പറ്റുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് വൺ എന്താ? രണ്ടാമത്തെ അടുത്ത നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് റിക്രൂട്ട്മെന്റിന്റെ സ്റ്റെപ്സ് ആണ്. ഒന്നാമത്തെ ഒരു റിക്രൂട്ട്മെന്റ് പോളിസി, ഒരു നയം, എങ്ങനെയൊക്കെ ആൾക്കാരെ ഹയർ ചെയ്യണം അല്ലെ. അപ്പൊ അവര് ഹയർ ചെയ്യുന്ന സമയത്ത് അവരുടെ ക്വാളിഫിക്കേഷൻ, ഏതൊക്കെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് അവർ സെലക്ട് ചെയ്യുക, അവർ എംപ്ലോയ് ചെയ്യുക. ആ സെലക്ട് ചെയ്യുന്ന ആളുകള് അവരുടെ ജോബ് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടെന്നും ഉറപ്പ് വാങ്ങിക്കണം. എന്നിട്ട് അവരെ കൊണ്ട് പ്രോമിസ് ചെയ്തിട്ട് ഇന്ന് ജോലി ചെയ്യാം, ഓക്കെ ഞാൻ ഇത് ചെയ്യാൻ ഓക്കെ ആണ്, ഫിറ്റ് ആണ്, അല്ല നിങ്ങൾ ജോലി എനിക്കത് അറിയില്ല എന്നാണെങ്കിൽ ഞാനത് പറയണം. സോറി ഐ കാണ്ട് ഡു ഇറ്റ്, എനിക്കത് അറിയില്ല, എനിക്ക് അങ്ങനെ ചെയ്യാൻ അറിയില്ല, അല്ലെങ്കിൽ എന്ന ഒരു കാര്യം അറിയില്ല എന്നാണെങ്കിൽ നമ്മൾ വാർത്തകളൊന്നും പറയുക. അപ്പൊ നമുക്ക് പറ്റിയ ജോലി ഏതാണോ ആ രീതിയിൽ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് നമുക്ക് കിട്ടുന്നു. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വർക്കിംഗ് കണ്ടീഷൻസിലെ വർക്കിംഗ് അറ്റ്മോസ്ഫിയറിൽ ഫേവറബിൾ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ്, ലോങ് ടൈം ലൈഫ് ടൈം കരിയർ പ്രൊവൈഡ് ചെയ്യുക. അതോടൊപ്പം തന്നെ ചില പ്രോഗ്രാമുകൾ, ചില ഫെസിലിറ്റീസ് അവരുടെ പേഴ്സണൽ ഗ്രോത്തിന് വേണ്ടി, ഇങ്ങനെയുള്ളതിനൊക്കെ വേണ്ടിയിട്ടുള്ള പോളിസീസ്, അതാണ് റിക്രൂട്ട്മെന്റ് പോളിസി ഫ്രെയിം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില പ്രിൻസിപ്പിൾസ്. അടുത്തത് റിക്രൂട്ട്മെന്റ് ഓർഗനൈസേഷൻ ആണ്. റിക്രൂട്ട്മെന്റിന് വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെന്റ് എന്ന് പറയുമ്പോൾ പല ബിസിനസ് സ്ഥാപനങ്ങളുണ്ട്. ബിസിനസ് എന്റർപ്രൈസസ് എല്ലാം ഒരുപോലെയല്ല, എല്ലാം വ്യത്യസ്ത രീതിയിലുള്ള ബിസിനസ് സ്ഥാപനങ്ങളാണ്. സോ വൈൽ ഹയറിംഗ് എ ന്യൂ സ്റ്റാഫ്, ഒരു പുതിയ എംപ്ലോയിനെ, ഒരു സ്റ്റാഫിനെ പുതിയതായിട്ട് എന്താ പറയാ റിക്രൂട്ട് ചെയ്യുന്ന സമയത്ത്, ഹയർ ചെയ്യുന്ന സമയത്ത് ദർ ഇസ് നോ ജനറൽ പ്രൊസീജിയർ. എല്ലാവർക്കും വേണ്ടി ഫോളോ ചെയ്യുന്ന ഒരു പ്രത്യേക രീതിയിലാണ്. മനസ്സിലായപ്പോ ഇവിടുത്തെ ബിസിനസ് ഓർഗനൈസേഷൻ എങ്ങനെയാണ് പുതിയ ടീച്ചർമാരെ, അല്ലെങ്കിൽ പുതിയ ടെക്നിക്കൽ സ്റ്റാഫിനെ, അല്ലെങ്കിൽ പുതിയ PROസിനെ എന്താ പറയാ സെലക്ട് ചെയ്യുന്നത്, റിക്രൂട്ട് ചെയ്യുന്നത്, ആ രീതി ആയിരിക്കില്ല മറ്റൊരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ ഒരു പുതിയ എംപ്ലോയിനെ സെലക്ട് ചെയ്യുന്ന രീതി. മനസ്സിലായോ? ഹയർ ചെയ്യുന്ന, റിക്രൂട്ട് ചെയ്യുന്ന രീതികൾക്ക് വ്യത്യാസം ഉണ്ടെന്ന്. ആ സെന്റൻസ് അതാണ്. There is no general procedure for hiring new staff which is applicable to all business enterprises. എല്ലാ ബിസിനസ് എന്റർപ്രൈസസും അല്ലെങ്കിൽ ബിസിനസ് സ്ഥാപനങ്ങളും ഇന്ന രീതിയിലാണ് പുതിയ സ്റ്റാഫിനെ എന്ത് ചെയ്യേണ്ടത്, റിക്രൂട്ട് ചെയ്യേണ്ടത് എന്നൊന്നില്ല, അങ്ങനെയൊന്നുമില്ല. പിന്നെ എങ്ങനെയാ? Each and every business organization have its own customized procedure. എല്ലാ ബിസിനസ് സ്ഥാപനങ്ങൾക്കും അവരുടേതായ കസ്റ്റമൈസ്ഡ് പ്രൊസീജിയർ ഉണ്ട്. എന്താ കസ്റ്റമൈസ്ഡ് പ്രൊസീജിയർ? കസ്റ്റമൈസ്ഡ് എന്ന് പറഞ്ഞ വാക്ക് കേട്ടിട്ടുണ്ടോ?
എന്താ അതിന്റെ അർത്ഥം? കസ്റ്റമൈസ്ഡ് പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ എന്താ? കസ്റ്റമൈസ്ഡ് എന്ന് കേട്ടല്ലേ നിങ്ങള്? അതെ, അതായത് കസ്റ്റമേഴ്സിന്റെ ഇഷ്ടപ്രകാരം നമ്മള് പരസ്യങ്ങളൊക്കെ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ടാവും. കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്തു കൊടുക്കും എന്ന് പറഞ്ഞാൽ എന്താ? ഒത്തിരി ആഡുകളിൽ ഇപ്പൊ കാണുന്ന കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. ഇപ്പൊ ഒരു തുണി ബൊട്ടിക്കുകളൊക്കെ ആണെങ്കിൽ ഇന്നൊക്കെ റെഡിമെയ്ഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് പറയുന്നത് കൂടെ കസ്റ്റമൈസ്ഡ് വർക്കുകളും ഞങ്ങൾ ഏറ്റെടുക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ എന്താ? നമ്മള് ഇഷ്ടപ്രകാരം നമ്മൾ ഒരു ഡിസൈൻസ് പറഞ്ഞു കൊടുത്താൽ ആ രീതിയിൽ അവർ ചെയ്തു തരുന്നത്. അത്രയേ ഉള്ളൂ. വീടുകളുടെ ടൈലുകളൊക്കെ ആളുകളൊക്കെ ഇന്ന് പല രീതിയിലാണ് ചെയ്യുന്നത്, സ്റ്റോൺ വർക്കുകളൊക്കെ. അപ്പൊ ഇന്ന ഡിസൈൻസിലൊക്കെ ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇനി കസ്റ്റമൈസ്ഡ് പ്രകാരവും ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതൊക്കെ തന്നെ തന്നെയാണ്. അപ്പൊ കസ്റ്റമൈസ്ഡ് പ്രൊസീജിയർ ഓരോ ബിസിനസ് സ്ഥാപനങ്ങൾക്കും അവരുടേതായ കസ്റ്റമൈസ്ഡ് പ്രൊസീജിയർ ഉണ്ട്. എന്തില്? റിക്രൂട്ട്മെന്റിന്റെ കാര്യത്തില്. ഇവിടെ ഏത് രീതിയിലാണ് റിക്രൂട്ട് ചെയ്യുന്നത് അതുപോലെ ആയിരിക്കണമെന്നില്ല മറ്റൊരു ഓർഗനൈസേഷനിലെ റിക്രൂട്ട്മെന്റ് രീതി. Each and every organization has their own recruitment procedure. Okay. പക്ഷെ അത് നോക്കുമ്പോൾ അത് എങ്ങനെയായിക്കോട്ടെ, ഏത് രീതിയിലാണെങ്കിലും they have to consider the quantity and the quality of manpower at a minimum possible cost. ിലൂടെയും അല്ലെങ്കിൽ ഏത് രീതിയിലും ഹയറിംഗ് നടത്തിക്കോട്ടെ, പക്ഷെ ക്വാളിറ്റിക്ക് അനുസരിച്ചും ക്വാണ്ടിറ്റി എത്ര എംപ്ലോയീസിനെ വേണം അതൊരു കാര്യം. ക്വാളിറ്റി, അവരുടെ ക്വാളിഫിക്കേഷൻ അതും കൺസിഡർ ചെയ്യണം. ഏത് രീതിയിൽ? അറ്റ് മിനിമം പോസിബിൾ കോസ്റ്റ്, നമുക്ക് ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ. ഇപ്പൊ ഓർഗനൈസേഷന് ഇത്ര എംപ്ലോയീസിന് ആവശ്യമുണ്ട്. ആ എംപ്ലോയീസിനെ നമ്മൾ എത്ര എണ്ണം വേണം എന്നൊക്കെ നോക്കി, ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ് അത് നോക്കി. പക്ഷെ അത് ഏത് നമ്മൾ എടുക്കുകയല്ല, മിനിമം പോസിബിൾ കോസ്റ്റിലായിരിക്കും. അതായത് ഓർഗനൈസേഷന്റെ പ്രോഫിറ്റബിലിറ്റിയോടൊരു കാര്യമുണ്ട്, ലാഭം അല്ലെ? ഏത് ബിസിനസ്സും ആഗ്രഹിക്കുന്നത് മാക്സിമം പ്രോഫിറ്റ് ആണ്. ആ മാക്സിമം പ്രോഫിറ്റിന്റെ ലക്ഷ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എത്ര സാലറി ഓഫർ ചെയ്താലും, വലിയ സാലറി ഓഫർ ചെയ്താൽ കൂടുതൽ എംപ്ലോയീസിന് നമുക്ക് കിട്ടും. അത് ശരിയാണ്. പക്ഷെ കൂടുതൽ സാലറി കൊടുക്കുന്നതിലല്ല കാര്യം, അല്ലെ? ഏറ്റവും കുറഞ്ഞ സാലറിയിൽ ടാലന്റഡ് ആയിട്ടുള്ള ആളുകളെ കണ്ടെത്തുന്നതാണ് കാര്യം. അവിടെയാണ് ഓർഗനൈസേഷന്റെ വിജയം. അല്ലെന്നൊന്ന് ആലോചിച്ച് നോക്കി നിങ്ങള്. ശരിയല്ലേ പറഞ്ഞത്? അല്ലെ? കുറഞ്ഞ സാലറി ഓഫർ ചെയ്തിട്ടും നമ്മൾ ആ ഒരു ഓർഗനൈസേഷൻ വർക്ക് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ മറ്റെന്തെങ്കിലുമൊക്കെ എന്താ പറയാ പോസിറ്റീവ് ആയിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ വേറെയുണ്ട്. ആ ഒരു ഓർഗനൈസേഷനിൽ ജോലിക്കാരൻ അല്ലെങ്കിൽ ജോലിക്കാരി എന്ന് പറയുന്നതിന് ഒരു സ്റ്റേറ്റസ് ഉണ്ട് എന്ന് വിചാരിച്ചിട്ടായിരിക്കാം ഓക്കെ നമ്മൾ ആ ഒരു ചെറിയ സാലറിയിലാണെങ്കിലും പോയി വർക്ക് ചെയ്യുന്നത്, അല്ലെ? അതാണ്. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ മിനിമം പോസിബിൾ കോസ്റ്റില് ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും നോക്കിയിട്ടാണ് ആളുകളെ എന്ത് ചെയ്യേണ്ടത്? നമ്മൾ ഹയർ ചെയ്യേണ്ടത്. അതാണ് രണ്ടാമത്തെ റിക്രൂട്ട്മെന്റ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ആ ഒരു കുഞ്ഞി പാരഗ്രാഫ് മനസ്സിലായോ? ഒന്ന് വായിച്ചു നോക്കാം വേഗം. അതില് എന്താ പറയാ, രണ്ടാമത്തെ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. ഈച്ച് എന്റർപ്രൈസ് ഹാസ് its customized procedures which brings its desired quantity and quality of manpower at minimum possible cost എന്നുള്ള സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. അടുത്ത് പറഞ്ഞോട്ടെ. പറയട്ടെ. ഓക്കെ, നെക്സ്റ്റ് ഫോർകാസ്റ്റ് ഓഫ് മാൻപവർ റിക്രൂട്ട്മെന്റ്സ്. അപ്പൊ നമ്മൾ ആദ്യം റിക്രൂട്ട്മെന്റിന്റെ പോളിസീസ്, അതിന്റെ ജനറൽ ആയിട്ടുള്ള ചില പ്രിൻസിപ്പിൾസും ആ പോളിസിക്ക് അനുകൂലമായ രീതിയിൽ ആണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്ത് വേണം എന്ത് ചെയ്യാൻ റിക്രൂട്ട്മെന്റ് നടത്താൻ. അടുത്ത റിക്രൂട്ട്മെന്റിന്റെ അറേഞ്ച്മെന്റുകൾ, അതിന് വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെന്റ് നടത്തുമ്പോൾ നമുക്കറിയാം പുതിയതായിട്ടുള്ള ഏതൊരു ന്യൂ സ്റ്റാഫിനെയും നമ്മൾ അപ്പോയിന്റ് ചെയ്യുമ്പോൾ എല്ലാ ഓർഗനൈസേഷനും ഫോളോ ചെയ്യാൻ പറ്റിയ ഒരു എന്താ പറയാ പോളിസി ഒന്നുമില്ല. എല്ലാവർക്കും അവരവരുടേതായ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരു പോളിസി പ്രൊസീജിയർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അക്കോർഡിംഗ് ടു ദ ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റി. ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും അനുസരിച്ച് മിനിമം പോസിബിൾ കോസ്റ്റ് എത്ര വേണം അങ്ങനെയുള്ള അറേഞ്ച്മെന്റുകളൊക്കെ റിക്രൂട്ട്മെന്റിൽ നടത്താൻ പറ്റുന്നതാണ്. രണ്ടാമത് പറഞ്ഞു അടുത്ത ഫോർകാസ്റ്റിംഗ് ആണ്. എന്താ ഫോർകാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ മാൻ പവർ റിക്വയർമെന്റ്സ് എത്ര വേണം എന്ന് മുൻകൂട്ടി തീരുമാനിക്കലാണ്. എത്ര ജോലിക്കാരെ വേണം, എത്ര വേക്കൻസീസ് ഉണ്ട്, ആ മാൻ പവറിന്റെ ആവശ്യകത, റിക്രൂട്ട്മെന്റിന്റെ എണ്ണം എത്രയൊക്കെ വേണം എന്നുള്ളതിന്റെ പ്ലാനിങ് ആണ് കേട്ടോ. അതിനു വേണ്ടിയിട്ട് റിക്വസിഷൻ ഓർ ആൻ ഇന്റന്റ്. എന്താ ഇന്റന്റ്? റിക്വസിഷൻ എന്നൊക്കെ പറഞ്ഞാൽ എന്താ? പർച്ചേസ് ഓർഡർ. പുതിയതായിട്ട് പർച്ചേസ് ചെയ്യാം. ആരെ പർച്ചേസ് ചെയ്യുന്ന കാര്യമാണ് ഉദ്ദേശിക്കുന്നത്? എംപ്ലോയീസിനെ തന്നെ. അതെ, പുതിയ റിക്രൂട്ട്മെന്റ് ഒക്കെ നടത്തുന്നതിന് വേണ്ടിയിട്ട് ഈച്ച് ലൈൻ ഒഫീഷ്യൽ. എന്താ ലൈൻ ഒഫീഷ്യൽ എന്ന് പറഞ്ഞാൽ ലൈൻ മാനേജേഴ്സ്. ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും ഒരു തല ഉണ്ടായിരുന്നു, ഒരു ഹെഡ്.
അല്ലെ, ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് എന്നോ ലൈൻ മാനേജേഴ്സ് എന്നൊക്കെ നമുക്ക് പറയാം. അപ്പൊ ഓരോ ഡിപ്പാർട്ട്മെന്റുകളും എന്ത് ചെയ്യുന്നു, ദേ ഹാവ് ടു സബ്മിറ്റ് ഇൻഡന്റ്, ഒരു പർച്ചേസ് ഓർഡർ, ഒരു ഇൻഡന്റ്, ഒരു റെക്വിസിഷൻ വെക്കണം, ഫോർവേഡ് ചെയ്യണം. ആർക്ക്? ആ ഹോസ്പിറ്റലിന്റെ അഡ്മിനിസ്ട്രേറ്റർക്കോ അല്ലെങ്കിൽ ഈ നമ്മളുടെ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ആ ഡിപ്പാർട്ട്മെന്റിനോ ആർക്കെങ്കിലും എന്റെ ഡിപ്പാർട്ട്മെന്റിൽ ഇത്ര വേക്കൻസി ഉണ്ട് കേട്ടോ. ഇപ്പൊ ഒരു എന്താ പറയാ, ഒരു കാർഡിയോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ്, അവിടെ 2 നഴ്സുമാരെയും അല്ലെങ്കിൽ ഒരു ടെക്നോളജിസ്റ്റിന്റെയും ഒഴിവുണ്ട്. അപ്പൊ മൊത്തം 3 ഒഴിവുണ്ട്, 3 വേക്കൻസി എന്റെ ഡിപ്പാർട്ട്മെന്റിലുണ്ട്. അപ്പൊ ആളത് ആ ഒരു ഇന്ത്യന്റെ സമർപ്പിക്കും. മനസ്സിലായോ? അതിന്റെ ഒരു ഇന്ത്യന് സബ്മിറ്റ് ചെയ്യും. മറ്റൊരു ഡിപ്പാർട്ട്മെന്റ് ഇപ്പൊ ഫാർമസിയിൽ 2 ഫാർമസിസ്റ്റുകളുടെ ഒഴിവുണ്ട് എന്ന് പറയാണ്, 2 ഡിസ്പെൻസിങ് സ്റ്റാഫുകളുടെ ഒഴിവുണ്ട്. ഇപ്പൊ മൊത്തം 4 ഉണ്ട്. അപ്പൊ 4 സ്റ്റാഫിന്റെ ഒഴിവ് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടെന്ന് ഫാർമസിയുടെ ഹെഡ്, ചീഫ് എന്ന് പറയുന്നതാണ് അവരുടെ ഹെഡ്. അപ്പൊ ചീഫ് ഫാർമസിസ്റ്റ് സബ്മിറ്റ് ചെയ്യണം ആ ഒരു നമ്പർ. അപ്പൊ എത്ര എണ്ണം ഉണ്ടോ അത് ഓരോ ലൈൻ മാനേജേഴ്സും ലൈൻ ഒഫീഷ്യൽസും ഹാവ് ടു സബ്മിറ്റ് ആൻ ഇൻഡന്റ് ഓർ പർച്ചേസ് ഓർഡർ ഓർ റിക്വിസിഷൻ, അതിൽ സബ്മിറ്റ് ചെയ്യണം. ഈ ഇൻഡന്റുകൾ എന്ത് ചെയ്യുന്ന അറിയാമോ, ഇത് ആ പറയുന്ന പ്രകാരം ഓരോ ഡിപ്പാർട്ട്മെന്റിൽ ഈ പറഞ്ഞിരിക്കുന്ന പ്രകാരം അല്ലെങ്കിൽ ഈ ഒരു ബ്രാഞ്ചിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരമുള്ള വേക്കൻസീസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നത് കഴിയുമ്പോൾ കിട്ടുന്ന ആരെയാണ് കൊടുത്ത് അവരത് ചെക്ക് ചെയ്യും. ഇൻഡന്റുകളൊക്കെ ചെക്ക് ചെയ്യുന്നതാണ് സെക്കൻഡ് പ്രൊസീജിയർ. ആ ഇൻഡന്റുകളൊക്കെ പറഞ്ഞിരിക്കുന്ന വേക്കൻസീസ് എല്ലാം കറക്റ്റ് ആണ്, ശരിയാണ്, ഇത്ര വേക്കൻസി തന്നെ ഉണ്ട്, അവിടെ അത്രയും പേരെ കൊടുക്കണം. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ ഒരു റിക്രൂട്ട്മെന്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തതിനു ശേഷം ഇഫ് ഇറ്റ് ഫൗണ്ട് കറക്റ്റ്, ആ പറഞ്ഞ വേക്കൻസീസ് കറക്റ്റ് ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ്, അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് അറിയാമോ, ടു മേക്ക് ഓർ ടു ഓൾസോ പ്രൊപ്പോസ്. ഈ റിക്രൂട്ട്മെന്റ് ഒക്കെ ചെയ്യുന്നതിന് മുമ്പ് ചിലവർ ഡിസൈഡ് ചെയ്യുന്ന കാര്യമാണ് എത്ര സാലറി കൊടുക്കും, ആ എംപ്ലോയിക്ക് കൊടുക്കേണ്ട സാലറി, അവരുടെ പേ സ്കെയില്, അതുപോലെ തന്നെ മറ്റ് അലവൻസസുകൾ, TRS അലവൻസും TA ട്രാവലിംഗ് അലവൻസ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ എത്രയാണെന്ന് ഡിസൈഡ് ചെയ്യും. മനസ്സിലായി? അപ്പൊ വേക്കൻസി മനസ്സിലാക്കി കഴിഞ്ഞാൽ ആദ്യം തന്നെ ഇത്ര ആളുകളെയാണ് വേക്കൻസി ഉള്ളത്, അത് കറക്റ്റ് ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു, അടുത്ത സ്റ്റെപ്പ് അവരുടെ ബേസിക് സാലറി പേയ്മെന്റ്, മറ്റ് അലവൻസുകൾ ഒക്കെ എന്താണെന്ന് ഡിസൈഡ് ചെയ്യും, നേരത്തെ കൂടി തീരുമാനിക്കലാണ് കേട്ടോ, അല്ലാതെ റിക്രൂട്ട്മെന്റ് ഒക്കെ കഴിഞ്ഞിട്ട് കൊടുക്കണേ. അത് കഴിഞ്ഞിട്ട് അതിന് ശേഷമാണ് ജോബ് സ്പെസിഫിക്കേഷൻ. അതിനുശേഷം അക്കോർഡിംഗ് ടു ദ ജോബ് സ്പെസിഫിക്കേഷൻ ഓർ മാൻ സ്പെസിഫിക്കേഷൻ അവര് ലൈൻ മാനേജേഴ്സുമായിട്ട് ഡിസൈഡ് ചെയ്യും. എന്ന് വെച്ചാൽ ജോബ് സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഏത് ജോലിയിൽ ഒഴുകുന്നത്, അല്ലെങ്കിൽ മാൻ സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഏത് ആളെയാണ് സ്പെസിഫൈ ചെയ്യുന്നത്, എന്ത് ക്വാളിഫിക്കേഷൻ ഉള്ള ആളെ, അതൊക്കെ അവർ ലൈൻ മാനേജറുമായിട്ട് ഡിസ്കസ് ചെയ്യും. ആരെയാണ് എവിടെയാണ് വേണ്ടതെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ തീരുമാനിക്കും, ചോദിക്കും. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് ഡിസൈഡ് ചെയ്യും. അപ്പൊ ഇതൊക്കെ നമ്മുടെ മാൻ പവർ റിക്വയർമെന്റിന് ചെയ്യുന്ന ചില പ്ലാനിങ്ങുകളാണ് ഇവിടെ നടക്കുന്നത്. പ്ലാനിങ് ആണ് ഇതൊക്കെ നടക്കുന്നത്. പ്ലാനിങ് എന്തൊക്കെയാ, ആദ്യം തന്നെ ഇന്റന്റ് അല്ലെങ്കിൽ റിക്വസിഷൻ ഷുഡ് ബി സബ്മിറ്റഡ് ബൈ ലൈൻ ഒഫീഷ്യൽസ് ആദ്യം തന്നെ റിക്വസിഷൻസ് അല്ലെങ്കിൽ ഇന്റന്റ് സബ്മിറ്റ് ചെയ്യുന്നു. അത് പറഞ്ഞിരിക്കുന്ന ആ സബ്മിറ്റ് ചെയ്തിരിക്കുന്ന ഇന്റന്റ് പ്രകാരം ഇന്ത്യൻ പോസ്റ്റുകളൊക്കെ വേക്കന്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. ഇഫ് ഫൗണ്ട് ഇറ്റ് ഈസ് കറക്റ്റ്, ആ ഒരു ചെക്കിങ്സ് ഒക്കെ കറക്റ്റ് ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ റിക്രൂട്ട്മെന്റിന് മുമ്പ് തന്നെ they have to decide the initial payment, basic salary, other allowances ഒക്കെ എന്താണെന്ന് ഡിസൈഡ് ചെയ്യുന്നു. അതിനുശേഷം they also consult it with the line managers according to job specification and man specification. ഏത് ആളുകളെയാണ്, ഏതൊക്കെ ജോലിക്കാണ് കൂടുതൽ ആളുകളെ വേണ്ടതെന്നുള്ളത് അവര് കൺസൾട്ട് ചെയ്യും. ക്ലിയർ ആയ ഫോർകാസ്റ്റിംഗ് ഓഫ് മാൻ പവർ റിക്വയർമെന്റ്സ് എന്നുള്ളത് വായിച്ചു നോക്കാം. ഒന്ന് വേഗം ഒന്ന് വായിച്ചു നോക്കാം, കുഞ്ഞു പാരഗ്രാഫാണ്. വായിച്ചോ? ഒന്നാമത്തെ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. A requisition or an intent for recruitment should be submitted by the line official എന്നുള്ളത് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. അതിനുശേഷം അടുത്ത സെന്റൻസ്, if the intents are found correct, the proposed recruitments are authorized and initial pay, the scale and admissible allowances are decided. ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം.
അതിനുശേഷം അതിനുശേഷം എന്താണ് job specification and band specifications are decided in consultation with the line managers. അപ്പൊ നമ്മള് ആ സെന്റൻസ് ഇൻ ദ എൻഡ് എന്ന് വേണ്ട ജോബ് സ്പെസിഫിക്കേഷൻ ആൻഡ് മാൻ സ്പെസിഫിക്കേഷൻ ആ ഒരു സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. 3 സെന്റൻസ് ആണ് അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞത്. പറയാം. ഒന്നാമത്തെ സെന്റൻസ് എ റിക്വസിഷൻ ഓർ ആൻ ഇന്റന്റ് എന്ന് പറയുന്ന സെന്റൻസ്. രണ്ടാമത്തേത് ഇഫ് ദ ഇന്റൻസ് ആർ ഫൗണ്ട് കറക്റ്റ് ആ സെന്റൻസ്. അടുത്തത് ഇൻ ദ എൻഡ് എന്ന് തുടങ്ങുന്ന സെന്റൻസ് ആണ്, പക്ഷെ ഇൻ ദ എൻഡ് വേണ്ട. ജോബ് സ്പെസിഫിക്കേഷൻസ് ആൻഡ് മാൻ സ്പെസിഫിക്കേഷൻസ് ആർ ഡിസൈഡഡ്. മനസ്സിലായോ? ക്ലിയർ ചെയ്തോ? യെസ്. ഇനി നെക്സ്റ്റ് അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. റിക്രൂട്ട്മെന്റിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് ആണ്. 4 സ്റ്റെപ്പുകളാണ് നമ്മൾ പറഞ്ഞത്. 4 സ്റ്റെപ്പാണ്. ഒന്നാമത്തെ റിക്രൂട്ട്മെന്റ് പോളിസി, അടുത്തത് റിക്രൂട്ട്മെന്റ് ഓർഗനൈസേഷൻ, അടുത്ത ഫോർകാസ്റ്റ് ഓഫ് മാൻ പവർ റിക്വയർമെന്റ്. അവിടെ പ്ലാനിങ് ആണ്, പ്ലാനിങ് ചെയ്യുന്നു. അതിനുശേഷം അതിന് വേണ്ടിയിട്ടുള്ള റിക്രൂട്ട്മെന്റിന് വേണ്ടിയിട്ടുള്ള സോഴ്സുകൾ ഡെവലപ്പ് ചെയ്യുന്നു. സോഴ്സുകൾ എന്ന് വെച്ചാൽ ഏത് സ്രോതസ്സിൽ നിന്നൊക്കെ നമുക്ക് റിക്രൂട്ട്മെന്റ് നടത്താൻ പറ്റും, പുതിയ പുതിയ എംപ്ലോയീസിനെ എവിടെ നിന്നൊക്കെ കിട്ടും, അതാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് പ്രധാനമായിട്ടും ഈ സോഴ്സ് ഡെവലപ്മെന്റ് ഓഫ് റിക്രൂട്ട്മെന്റ് സോഴ്സുകൾ നമ്മൾ കാണുമ്പോൾ പ്രധാനമായിട്ടുള്ള 2 സോഴ്സുകളാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന് ഇന്റേണൽ സോഴ്സ്, അകത്ത് തന്നെ. പിന്നെ ഒന്ന് എക്സ്റ്റേണൽ സോഴ്സ്, പുറത്തുനിന്ന്. എന്ന് വെച്ചാൽ എന്താ, റിക്രൂട്ട്മെന്റ് നമുക്ക് വേണമെങ്കിൽ ഓർഗനൈസേഷന്റെ അകത്ത് തന്നെ നടത്താം. എന്ന് വെച്ചാൽ പുറത്തുനിന്ന് ആരെയും കയറ്റണ്ട, പുറത്തുനിന്ന് ആളെ എടുക്കുന്നില്ല. എവിടെ നിന്നുള്ളൂ, ഉള്ളിൽ തന്നെ. ആ റിക്രൂട്ട്മെന്റ് എവിടെ വേക്കൻസി ഉണ്ടോ ആ റിക്രൂട്ട്മെന്റ് നമുക്ക് എന്ത് ചെയ്യാം, വേക്കൻസി ചെയ്യാൻ അകത്തുനിന്നുള്ള ആൾക്കാരെ തന്നെ ഉപയോഗിക്കാം. അതർവൈസ് എന്ത് ചെയ്യാം, അവിടെ നടത്താൻ പറ്റിയില്ലെങ്കിൽ മാത്രം പുറത്തേക്ക് പോകേണ്ട ആവശ്യമുള്ളൂ. പുറത്തുനിന്നുള്ള സോഴ്സിൽ നിന്ന് നമുക്ക് റിക്രൂട്ട്മെന്റുകൾ നടത്താം. അത് മനസ്സിലായോ കാര്യം? ഡെവലപ്മെന്റ് ഓഫ് റിക്രൂട്ട്മെന്റ് സോഴ്സസ് എന്ന് പറയുന്നതിനകത്ത് 2 പ്രധാനപ്പെട്ട സോഴ്സ് ആണ് അവിടെ, ഇന്റേണലും എക്സ്റ്റേണലും. അത് ഇന്റേണൽ എന്ത് എക്സ്റ്റേണലും ആ. ഇന്റേണൽ എന്ന് പറഞ്ഞാൽ അകത്തുനിന്ന് തന്നെ റിക്രൂട്ട്മെന്റ്, എക്സ്റ്റേണൽ എന്ന് പറയുമ്പോൾ ബിസിനസിന്റെ പുറത്തുനിന്നുള്ള റിക്രൂട്ട്മെന്റ്. ക്ലിയർ ആയോ? ഇനി എന്താണ് ഇന്റേണൽ സോഴ്സ്? ക്ലിയർ ആയില്ലെങ്കിൽ എന്താണ് ഈ പറയണെന്ന് വിളിച്ച് നോക്കിയിരിക്കരുത്. അത് കണക്ട് ചെയ്ത് പറയുന്നതാണ്. ഈ പുതിയ പുതിയ റിക്രൂട്ട്മെന്റുകൾ നമുക്ക് നടത്താൻ പറ്റിയ സോഴ്സസ് അതെങ്ങനെ ഡെവലപ്പ് ചെയ്യാം എന്നാണ്. പ്രധാനമായിട്ടും 2 രീതിയിൽ നമുക്ക് ഡെവലപ്പ് ചെയ്യാം സോഴ്സസിനെ. ഒന്ന് ഇന്റേണൽ സോഴ്സ്, മറ്റൊന്ന് എക്സ്റ്റേണൽ സോഴ്സ്. ഇതിനുള്ളിലോട്ട് പറയുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആകും. എന്താണ് ഇന്റേണൽ സോഴ്സ് എന്ന് പറയുമ്പോൾ? That means internal source means the personal those are already existing in the payroll. പേറോളിനകത്ത്, പേറോൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന ജോലിക്കാരുടെ എല്ലാവരുടെയും പേര് എന്ത് ചെയ്തു, അവരുടെ സാലറിയും മറ്റു കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്ന ഒരു ഇത്. ഇന്നതൊക്കെ കമ്പ്യൂട്ടറിൽ എക്സലിലൊക്കെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും എല്ലാവരുടെയും പേരുകൾ. ഒരു ഓർഗനൈസേഷൻ വർക്ക് ചെയ്യുന്ന എല്ലാ എംപ്ലോയീസിന്റെ പേരുകളും അവരുടെ സാലറിയുടെ ഡീറ്റെയിൽസ്, അത് ബേസിക് പേയ്മെന്റ്, ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ TA, DA അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ PF ഒക്കെ പിടിക്കുന്നതാണെങ്കിൽ അത് ഇതെല്ലാം കൂടി ഒറ്റ ഗ്ലാൻസ് ഒരു പേജിൽ നമുക്ക് വർക്ക്ഷീറ്റിൽ എന്ത് ചെയ്യാം, എക്സലില് ക്രിയേറ്റ് ചെയ്ത് വെക്കാം. അത് പേറോളാണ്. അത് അപ്പൊ ആ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ടായിരിക്കും. ഒരാളുടെ ഇങ്ങനെ നമ്മള് ആൽഫബറ്റിക് ഓർഡറിലാണ് ഇത് ഇങ്ങനെ എന്താ പറയാ ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ആ ആൽഫബറ്റിന്റെ ആദ്യത്തെ അക്ഷരമൊക്കെ അടിച്ചു നോക്കുമ്പോൾ 2 അക്ഷരമൊക്കെ അടിച്ചു നോക്കുമ്പോൾ ആളുടെ ഡീറ്റെയിൽസ് വരും. അപ്പൊ ആൾക്ക് ആ മാസത്തെ പേയ്മെന്റ് എത്രയാണ്, അതിന് PO മറ്റു കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, ടോട്ടൽ സാലറി, ഗ്രോസ് സാലറി എത്രയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതാണ് പേറോൾ. അപ്പൊ ഓൾറെഡി അവിടുത്തെ പേറോൾ ലിസ്റ്റിലുള്ള എന്ന് വെച്ചാൽ ഇതർത്ഥമാണ് ആ ഓർഗനൈസേഷനിൽ തന്നെ വർക്ക് ചെയ്യുന്ന പേഴ്സണൽസ്, ജോലിക്കാര്, അവരെയാണ് നമ്മൾ ഇന്റേണൽ സോഴ്സസ് എന്ന് വിളിക്കുക. മനസ്സിലായോ? ഇനി അപ്പൊ ഇങ്ങനെ ഈ വേക്കൻസി ഒക്കെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ whenever the vacancies are reported, that means within the organization, ആ ഓർഗനൈസേഷനിൽ തന്നെ എന്ത് ചെയ്യുന്നു, sometimes the employees are upgraded or transferred or also promoted, then also sometimes demoted. അവിടെയുള്ള എംപ്ലോയീസിനെ തന്നെ എന്ത് ചെയ്യുന്നു, അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് മാറ്റി മറിച്ചൊക്കെ ഇടും. എന്ന് വെച്ചാൽ ഒരു വേക്കൻസി വന്നു, കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ ഒരു വേക്കൻസി വന്നു. അപ്പൊ ഒരു സ്റ്റാഫ് നഴ്സ് മതി, അവിടെ ഒരു നഴ്സിന്റെ അവധിയാണ് ഉള്ളത്, വേക്കൻസിയാണ് വന്നേക്കുന്നത്. ചിലവരുണ്ടായിരുന്ന നഴ്സ് ചിലപ്പോൾ എന്തെങ്കിലും കാരണങ്ങളാല് ക്വിറ്റ് ചെയ്ത് പോയി എന്ന് വിചാരിക്കാം. സോ അവിടെ ഒരു വേക്കൻസി വന്നു. 2-3 ദിവസത്തേക്ക് ലീവ് എടുത്ത് പോയിരിക്കുന്നതല്ല, കുറച്ച് ക്വിറ്റ് ചെയ്ത് പോയിരിക്കുകയാണ്. അപ്പൊ അവിടെ ഒരു വേക്കൻസി വന്നു. അപ്പൊ സോ വി ഹാവ് ടു ഫിൽ, അവിടെ ഫിൽ ചെയ്യണം. അപ്പൊ നമ്മൾ നോക്കും മറ്റു ഡിപ്പാർട്ട്മെന്റുകളിൽ എക്സസ് ആയിട്ട്
കൂടുതലായിട്ട് നഴ്സിംഗ് സ്റ്റാഫ് അവിടെ വേറെ ഏതെങ്കിലും ഉണ്ടോ, അതായത് വലിയ കാര്യമൊന്നുമില്ല അവിടെ ഇല്ലായെങ്കിലും അവിടുത്തെ പണികളും ബാക്കിയുള്ളവർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നടക്കാൻ പറ്റും എന്ന് തോന്നുകയാണെങ്കിൽ ആളെ അവിടെ നിന്ന് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് മാറ്റുന്നു. മനസ്സിലായോ? ഒരു നഴ്സിനെ എടുത്ത് മാറ്റുന്നു. അപ്പൊ അപ്ഗ്രേഡ് ചെയ്യാം. ചിലപ്പോ കുറച്ച് നേരത്തെ ഉള്ള ജോലിയിൽ നിന്ന് കുറച്ചും കൂടി കുറച്ച് കയറ്റം ഒരു അപ്ഗ്രേഡ് ചെയ്ത പോലത്തെ ഒരു ജോലി കൊടുക്കാം, അല്ലെങ്കിൽ ട്രാൻസ്ഫർ കൊടുക്കാം. ഇന്ന ഡിപ്പാർട്ട്മെന്റിൽ മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. പ്രൊമോഷൻസ്, സ്ഥാനക്കയറ്റം. നേരത്തെ വെറുതെ സ്റ്റാഫ് നഴ്സ് ആയിരുന്നു, ഇപ്പൊ നഴ്സിംഗ് സൂപ്രണ്ടായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നഴ്സിംഗ് ഇൻചാർജ് ആയിട്ടൊക്കെ മാറും. സ്ഥാനക്കയറ്റം വരുമ്പോൾ എന്ത് പറ്റും? നമ്മുടെ സ്റ്റേറ്റസ് മാറും, നമ്മുടെ ഇൻകം അല്ലെ, സാലറി കൂടും. ഇല്ലേ? പ്രൊമോഷൻ അതല്ലേ? ആണോ? പ്രൊമോട്ട് ചെയ്യാം. അപ്പൊ പ്രൊമോട്ട് ചെയ്ത് ആ വേക്കൻസി വേണമെങ്കിൽ നമുക്ക് ഫിൽ ചെയ്യാം. ആൻഡ് ഓൾസോ സംടൈംസ് ഡിമോട്ടഡ്. പ്രൊമോഷന്റെ ഓപ്പോസിറ്റ് വേർഡാണ് ഡിമോട്ടഡ്. എന്താ? സ്ഥാനയിറക്കം അല്ലെ? പ്രൊമോഷൻസിന്റെ ഒരു എന്താ പറയാ ഓപ്പോസിറ്റ് വേർഡാണ് ഡിമോട്ടഡ് എന്ന് പറഞ്ഞാൽ. സ്ഥാനയിറക്കം എപ്പോഴാണ് കൊടുക്കുക? അതൊക്കെ ഒരു പണിഷ്മെന്റ് രീതിയാണ് അല്ലെ? ചില ആൾക്കാർ പറഞ്ഞിരിക്കുന്ന ജോലി കൃത്യമായിട്ട് എന്താ പറയാ ചെയ്യാതിരിക്കുക. ഒരു പ്രാവശ്യമൊന്നും അല്ല, ഒന്നല്ല രണ്ടല്ല മൂന്നല്ല പല തവണ പറഞ്ഞിട്ടും നോ ചേഞ്ച്. ആളുടെ രീതിയിലൊന്നും ഒരു മാറ്റമൊന്നുമില്ല. അപ്പൊ ഒരു പണിഷ്മെന്റ് എന്നതുപോലെയും ചില എന്താ പറയാ എംപ്ലോയീസിനൊക്കെ ഡിമോട്ട് ചെയ്യാറുണ്ട്. സ്ഥാനം ഇറക്കം അല്ലെ? ചാർജ് ഒക്കെ കുറച്ചു കൊടുക്കും. അപ്പൊ എന്ത് പറ്റും? സ്ഥാനം പറയുമ്പോ ഓക്കെ പ്രൊമോഷൻ ആണെങ്കിൽ ഒരു ഭയങ്കര ആളുകളുടെ ഇടയിൽ നമുക്കൊരു എന്താ പറയാ നമ്മളുടെ ഒരു പേര് വർദ്ധിക്കുകയാണ് ചെയ്യുക അല്ലെ? അതേസമയം ഡിമോഷൻസ് വരുമ്പോൾ വരും ആളുകളൊക്കെ ഒരു കുറ്റവാളി എന്നതുപോലെ നമ്മളെ നോക്കും. ഓക്കെ, അതൊക്കെ തന്നെ. അപ്പൊ ഡിമോഷൻസിലൂടെയും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഇന്റേണൽ ആയിട്ടുള്ള ആ ഒരു അഡ്ജസ്റ്റ്മെന്റ് റിക്രൂട്ട്മെന്റുകളൊക്കെ നടത്താൻ പറ്റും. അപ്പൊ അവിടെ തന്നെ അതിന്റെ ഉള്ളിൽ തന്നെ വെച്ചിട്ട് ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ചൊക്കെ കൊടുക്കുക. അപ്പൊ നമ്മൾ പുറത്തുനിന്ന് വേറെ പുതിയ റിക്രൂട്ട്മെന്റ് ഒന്നും എടുക്കുന്നില്ല ഇന്റേണൽ സോഴ്സസിൽ. യു അണ്ടർസ്റ്റാൻഡ്? മനസ്സിലായോ? പറഞ്ഞത് എന്താണ്? ഇന്റേണൽ സോഴ്സസ് ഇമ്പോർട്ടന്റ് ആണ്, പോയിന്റ് മൊത്തം ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ എക്സ്റ്റേണൽ സോഴ്സസ് കൂടി പറയാം. എന്താണ് എക്സ്റ്റേണൽ സോഴ്സ്? അപ്പൊ എന്തായിരിക്കും? റിക്രൂട്ട്മെന്റ് ഫ്രം ഔട്ട്സൈഡ് ദ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷന്റെ പുറത്തുനിന്നുള്ള റിക്രൂട്ട്മെന്റിനെയാണ് നമ്മൾ എക്സ്റ്റേണൽ സോഴ്സസ്. അത് പുറത്തുനിന്നുള്ള സ്രോതസ്സാണ്. അപ്പൊ എങ്ങനെയൊക്കെയാണത്? അത് പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ന്യൂ എൻട്രൻസ് ടു ദ ലേബർ ഫോഴ്സ്. അതായത് ജോലിക്ക് വേണ്ടിയിട്ട് തയ്യാറായി, എന്തിനു തയ്യാറായി പുതിയ പ്രവേശന ആളുകളാണ്. എന്ന് വെച്ചാൽ എന്താ? നിങ്ങൾക്ക് ഇതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോ, ഈ ഒരു കോഴ്സ് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഈ ഒരു ഇതിൽ ക്വാളിഫൈഡ് ആയി. അപ്പൊ നമ്മൾ എന്താ? ഫ്രഷേഴ്സ് ആണ്, ന്യൂ എൻട്രൻസ് ആണ്. ഏതിലേക്ക്? ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഓർഗനൈസേഷനിലേക്ക് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആയി. എന്ന് വെച്ചാൽ നിങ്ങൾ ക്വാളിഫിക്കേഷൻ വൈസും മറ്റു കാര്യങ്ങളൊക്കെ കൊണ്ട് നിങ്ങൾ അതിന് വെൽ പ്രിപ്പയർഡ് ആയി അല്ലെ? അങ്ങനെ പുറത്ത് എന്താ പറയാ കോളേജ് സ്റ്റുഡൻസ് അങ്ങനെയൊക്കെയുള്ളവരാണ് മോസ്റ്റ്ലി. എക്സ്പീരിയൻസ് ഒന്നും വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല. കാര്യമായിട്ടൊന്നല്ല ഇല്ല, കാരണം എന്താ? അവർ ഫ്രഷേഴ്സ് ആണ്. ഫ്രഷേഴ്സ് വേണമെങ്കിൽ നമുക്ക് അവരെ വിളിക്കാം. മോസ്റ്റ്ലി അത് കോളേജ് സ്റ്റുഡൻസ് ആണ്. അപ്പൊ ഇങ്ങനെയുള്ള പുറത്തുനിന്ന് ആളുകളെ നമുക്ക് എടുക്കാം. അതായത് അവർക്കൊരു ചാൻസ് കൊടുക്കുക. കാരണം അവര് എല്ലാത്തിനും കഴിവും ബുദ്ധമൊക്കെ ആയിട്ട് ഇറങ്ങിയേക്കണ്ട, എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാന്ന് അവരോട് ചിലപ്പോൾ നമ്മള് ഇവിടെ ട്രെയിനിങ് മറ്റൊക്കെ കൊടുത്തു കഴിയുമ്പോ ശിക്ഷണിൽ നിന്നും അപ്പുറം ചിലപ്പോൾ അവരിൽ നിന്ന് റിസൾട്ട് ഔട്ട്കം കിട്ടാൻ സാധ്യതയുണ്ട്. അങ്ങനെ അതാണ് ന്യൂ എൻട്രൻസ്. ഇനി എന്താ? അൺഎംപ്ലോയിഡ്. നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ കഴിവ് അല്ലെ, എബിലിറ്റീസ് ഒക്കെ ഉള്ള ഒത്തിരി ആളുകൾ അൺഎംപ്ലോയിഡ് ആയിട്ട് നടക്കുന്നുണ്ട്. അവരിൽ നിന്ന് നമുക്ക് പുറത്തുനിന്ന് ആരെങ്കിലും വഴിയൊക്കെ ആയിട്ട് നമുക്ക് അവരെ ചൂസ് ചെയ്യാം അല്ലെ? പുറത്ത് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ജോലിയില്ലാതെ എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെ? അതുണ്ട്. പിന്നെ റിട്ടയർഡ് എക്സ്പീരിയൻസ്ഡ് പേഴ്സൺസ് ഉണ്ട്. റിട്ടയർഡ് പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ജോലിയൊക്കെ നമുക്കറിയാം 19 വയസ്സൊക്കെ കഴിയുമ്പോൾ റിട്ടയർമെന്റ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള ആൾക്കാരൊക്കെ പക്ഷെ എങ്കിലും സ്റ്റിൽ ദേ ആർ എനർജറ്റിക് ആൻഡ് ഓൾസോ ദേ ആർ സ്ട്രോങ്. അവര് സ്ട്രോങ് ആണ്, വളരെ എനർജറ്റിക്കും ആയിട്ടുള്ള 56-58 വയസ്സായിട്ടും ഒക്കെ ആണെങ്കിൽ സ്റ്റിൽ അവർക്ക് വേറെ അസുഖങ്ങളൊന്നും ഇല്ലെങ്കിൽ ആൻഡ് ഓൾസോ ദോസ് ആർ വില്ലിങ്. അവര് ജോലി ചെയ്യാനും ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവരെ നമുക്ക് റിക്രൂട്ട് ചെയ്യാം അവരുടെ ഇഷ്ടപ്രകാരം. ഓക്കെ, അതൊന്നും കുഴപ്പമൊന്നുമില്ല. ചില സ്കൂളുകളിലൊക്കെ അങ്ങനെ ടീച്ചേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ടല്ലോ അല്ലെ? റിട്ടയർ ചെയ്തിട്ട് എന്താ പറയാ ഒരു ഓണറേറിയം പോലെയൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. കാരണം എന്താ? അവരുടെ കഴിവൊന്നും പറഞ്ഞിട്ടില്ല. അവർ സ്റ്റിൽ എനർജറ്റിക് ആണ്, മാത്രമല്ല സ്ട്രോങ് ആണ് ആൻഡ് ഓൾസോ വില്ലിങ് ആണ് അവർ ജോലി ചെയ്യാനായിട്ട്. നമുക്കറിയാം ഇത്ര വയസ്സൊക്കെ കഴിയുമ്പോൾ ചില ആളുകൾക്ക് രോഗവും മറ്റു കാര്യങ്ങളൊക്കെ ബാധിക്കും. അത് എല്ലാവർക്കും ഒന്നുമില്ല. ചില ആളുകൾ അവരുടെ ലൈഫ് സ്റ്റൈലൊക്കെ അവർ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്തൊക്കെ കൊണ്ടുപോകുകയാണെങ്കിൽ എനി വർക്ക് അറ്റ് എനി ഏജ്, ഏത് ഏജിൽ വേണമെങ്കിലും ചെയ്യാൻ പറ്റും എന്ന് തെളിയിച്ച ഒരുപാട് ആൾക്കാർ നമുക്ക് തന്നെ അറിയാം. അവര് ഈ പ്രായത്തിലും ഇങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ എന്ന് നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്ന കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട് നേരിട്ട് വല്ലാതെയൊക്കെ. ഓക്കെ,
ഇനി മറ്റു ആളുകൾ, പുറത്തുള്ള മറ്റാളുകൾ, പിന്നെ ഏജൻസി വഴിയൊക്കെ ഏജൻസീസ് ഉണ്ടല്ലോ ഇന്നിപ്പോ, അതൊക്കെ ഒരു ന്യൂ ഒരു ഫോമാണ്. ഒരുപാട് ഏജൻസീസ് ഇത് എന്താ പറയാ റിക്രൂട്ട്മെന്റിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇന്റർമീഡിയറി ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ അവിടെ എല്ലാവരുടെയും ഒക്കെ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടായി, ബയോഡാറ്റയും റെസ്യൂം ഒക്കെ അവരുടെ അടുത്ത് ഉണ്ടായിരുന്നു, അപ്ലിക്കേഷൻസ് ഒക്കെ. അപ്പൊ ഇത്ര ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെയുള്ള സ്ഥാപനങ്ങളിലൊക്കെ ഒഴിവുകൾ വന്നു കഴിഞ്ഞാൽ ഇവരെയും സമീപിക്കും. അവിടെ ഞങ്ങൾക്ക് ഇത്ര ആളുകളെ ജോലിക്ക് വേണം, ഇവിടെ നിങ്ങളുടെ വലിയ ഇങ്ങനെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഇത്ര ക്വാളിഫിക്കേഷൻസ് ഉള്ള ഇന്ന വിഭാഗങ്ങളിൽ വർക്ക് ചെയ്യാൻ പറ്റിയ ആൾക്കാരുണ്ടോ എന്ന് ഓർഗനൈസേഷൻസ് തന്നെ നേരിട്ട് അവരുമായിട്ട് കോൺടാക്ട് ചെയ്യും. സോ ദേ ക്യാൻ ഓൾസോ get people or employees from these agencies. ഈ ഏജൻസീസും അവർക്ക് ആളുകളെ കിട്ടുന്നതാണ്. അപ്പൊ ഇതൊക്കെ എക്സ്റ്റേണൽ സോഴ്സ് ആണ്. അപ്പൊ നമുക്ക് റിക്രൂട്ട്മെന്റിന് വേണ്ടിയിട്ടുള്ള സോഴ്സസ് ഐദർ ഇന്റേണൽ ഓർ എക്സ്റ്റേണൽ, ഇന്റേണലും ഉണ്ട് എക്സ്റ്റേണലും ഉണ്ട്. ഇന്റേണലിൽ നടക്കുന്നത് പ്രൊമോഷൻസും അപ്ഗ്രേഡിങ്ങും ഡിമോഷൻസും ഒക്കെ ട്രാൻസ്ഫർ ഒക്കെ രീതിയിലാണെങ്കിൽ, എക്സ്റ്റേണൽസ് പുറത്തുനിന്നാണ് ന്യൂ എൻട്രൻസ് ടു ദ വർക്ക് ഫോഴ്സ്, അല്ലെങ്കിൽ ജോലിയിലേക്ക് തൊഴിലിന് വേണ്ടി തയ്യാറായിട്ട് പുതിയതായിട്ട് കടന്നു വന്നിരിക്കുന്ന പുതിയ ആളുകള്. അതുപോലെ തന്നെ അവർക്ക് എക്സ്പീരിയൻസ് അല്ല, ഇൻഎക്സ്പീരിയൻസ്ഡ് ആണ്, ഓപ്പോസിറ്റ് ആളുടെ ചേർത്തേക്കണേ. ഇനി അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള സ്കിൽഡ് ആൻഡ് എബിലിറ്റി ഉള്ള ആളുകൾ, അങ്ങനെയുള്ളവർ, റിട്ടയേർഡ് എക്സ്പീരിയൻസ്ഡ് പേഴ്സണൽസ്, അതിന് മറ്റുള്ളവരും. ഓക്കെ, ക്ലിയർ ആയ ഇവിടെ വരെ ഡെവലപ്മെന്റ് ഓഫ് സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ് വരെ. നേരത്തെ നമുക്ക് മെത്തേഡ്സ് ഓർ ടെക്നിക്സ് ഓഫ് റിക്രൂട്ട്മെന്റ് അടുത്ത ഹെഡാണ്. നമ്മുടെ റിക്രൂട്ട്മെന്റിന്റെ രീതികൾ, ടെക്നിക്കുകളാണ് ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത്. പക്ഷെ നമുക്ക് സമയം ഈസ് ഓവർ. നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ തുടങ്ങി റിക്രൂട്ട്മെന്റ് തുടങ്ങി നിങ്ങൾ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കിയിട്ടൊക്കെ വരിക. അടുത്ത ദിവസം കാണാം. ഇടയിലൊക്കെ എവിടെയെങ്കിലും സമയം ഇതാണെങ്കിലും കയറേണ്ടി വരും മിക്കവാറും സമയം. കാരണം ചാപ്റ്റർ കുറച്ച് നീണ്ടു പറഞ്ഞ് നടക്കുന്നതാ, നമുക്കത് കംപ്ലീറ്റ് ചെയ്യാതെയും പറ്റില്ല. ഒരു മൊഡ്യൂളില് ഒരു ചാപ്റ്റർ കൂടി എനിക്കുണ്ട്. അത് സിമ്പിൾ ആണ്, പക്ഷെ നിങ്ങൾ എങ്ങനെ അത് എടുക്കുമെന്ന് എനിക്കറിയില്ല. ഓക്കെ, സോ നന്നായിട്ട് വായിച്ചു നോക്കുക. നിങ്ങൾ കോപ്പറേറ്റ് ചെയ്താലാണ് നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നിർത്താനും പറ്റുള്ളൂ. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇന്നെടുത്തതെല്ലാം മനസ്സിലായോ എല്ലാവർക്കും? വീണ്ടും ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഓക്കെ അല്ലേ? യെസ്, നന്നായിട്ട് വായിച്ചു നോക്കാട്ടാ. ഇനി അധികം സമയങ്ങളൊന്നും ഉണ്ടാവില്ല നിങ്ങൾക്ക്. ഓക്കെ, അപ്പൊ സമയം അധികം ഇല്ല എന്ന് വിചാരിച്ച് ഓരോ ദിവസവും പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ അന്ന് തന്നെ ഒന്ന് 2-3 പ്രാവശ്യമൊക്കെ വായിക്കുക. അടയാളപ്പെടുത്താൻ പറയുന്ന സെന്റൻസുകൾ കുറച്ചു നേരം കൂടുതൽ പഠിക്കുക. മോക്ക് ടെസ്റ്റുകളുടെ ക്വസ്റ്റ്യൻസും ഒട്ടും നേരം പഠിക്കാതിരിക്കരുത്, അതും നന്നായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, എന്നാലാണ് നമുക്ക് പരീക്ഷയ്ക്ക് അതിനൊക്കെ പെട്ടെന്ന് ആൻസർ എഴുതാനായിട്ടൊക്കെ പറ്റുള്ളൂ. പേടിക്കൊന്നും വേണ്ടാട്ടോ. അതൊന്നും പറഞ്ഞ് അയ്യോ ഇത് കുറേ കല്ലോ പഠിക്കാന്ന് വിചാരിച്ച് പേടിക്കൊന്നും വേണ്ട. പേടിയൊന്നും ഒന്നിനും ഒരു എന്താ പറയാ സൊല്യൂഷൻ അല്ല. നമ്മള് ധൈര്യത്തോടെ മുന്നേറാം. ഓക്കെ, സീ യു. ബൈ.